Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? Good afternoon. സൗണ്ട് ക്ലിയറാ. Okay. നമുക്ക് 23ാമത്തെ ചാപ്റ്റർ ആണ് പറയാനുള്ളത് അല്ലേ? റിവിഷൻ. ആ ഓക്കെ. 23ാമത്തെ ചാപ്റ്ററിൽ ഡ്രഗ് ആക്ടിങ് ഓൺ നെർവസ് സിസ്റ്റം അല്ലേ? നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. CNS ആണ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് അല്ലേ? ഓക്കെ. Stimulants are the drugs exert their action through excitation of central nervous system. Central nervous systemത്തിലെ excitation അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതൊക്കെയാ? കഫീൻ, കൊക്കൈൻ, വാരിയസ് ആംഫിറ്റമിൻസ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ദീസ് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു എൻഹാൻസ് ദ മെന്റൽ അലേർട്ട്നെസ്. ഈ ഡ്രഗുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഫീൻ ആയിക്കോട്ടെ, പിന്നെന്താണ് കൊക്കൈൻ, വ്യത്യസ്ത തരത്തിലുള്ള ആംഫിറ്റമിൻസ്, ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ഉണ്ടാവുന്നത്? നമ്മുടെ മെന്റൽ അലേർട്ട്നെസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ്? ഡ്രോസിനെസ്. ഡ്രോസിനെസ് എന്ന് പറഞ്ഞാൽ എന്താ? തലകറക്കം, തലക്കൊരു കനള്ള പോലെ. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. ഇതൊക്കെ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡ്രഗ്സ് ആക്ടിങ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് പറയുന്നത്. സ്റ്റിമുലൻസ് എന്ന് പറയുന്നത് ഒരു ഡ്രഗ് ആണ് അല്ലേ? ഈ സ്റ്റിമുലൻസ് എന്ന ഡ്രഗ്സ് എന്താ ചെയ്യുന്നത്? ആക്ഷൻ ത്രൂ എക്സൈറ്റേഷൻ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ എക്സൈറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്നത്. അതായത് അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഒന്നും കൂടി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി ഉത്തേജിപ്പിക്കുന്നുണ്ട്. സൈക്കിക് സ്റ്റിമുലൻസ് ഇൻക്ലൂഡ് കഫീൻ, കൊക്കൈൻ ആൻഡ് വാരിയസ് ആംഫിറ്റമിൻസ്. These drugs are used to enhance the mental alertness. ഈ ഡ്രഗ്സ് എന്താ ചെയ്യുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് നമ്മുടെ അലേർട്ട്നെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡ്രോസിനെസ് കുറയ്ക്കുന്നുണ്ട്, ഫാറ്റിഗും കുറയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഡ്രഗ് എന്ന് പറയുന്നത് ബെലഡോണയാണ്. ബെലഡോണയുടെ സിനോണിം വരുന്നത് ബെലഡോണ ലീഫ് ആണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ബെലഡോണ ഹെർബ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലീവ്സ് ഓർ ലീവ്സ് അല്ലെ? ഡ്രൈഡ് അതായത് ലീവ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട്. ഓക്കെ. അട്രോപ്പ ബെലഡോണ ആൻഡ് അട്രോപ്പ അക്യുമിനേറ്റ, അങ്ങനെ രണ്ട് വെറൈറ്റിയുടെ. ഓക്കെ. അട്രോപ്പ ബെലഡോണ, അട്രോപ്പ അക്യുമിനേറ്റ എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റി ചെടിയുടെ ലീവ്സും ലീവ്സിന്റെ ആരിയൽ പാർട്സും കൂടി നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് പറയുന്നത്. ബെലഡോണ ഹെർബ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ട് വെറൈറ്റിയാണ് പറയുന്നത് അല്ലേ? അട്രോപ്പ ബെലഡോണയുണ്ട്, അട്രോപ്പ അക്യുമിനേറ്റ. അട്രോപ്പ ബെലഡോണ, അട്രോപ്പ അക്യുമിനേറ്റ രണ്ട് വെറൈറ്റിയുടെ ലീവ്സും ഏരിയൽ പാർട്സും നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിന്റെ ലീവ്സ്, ഫ്ലവർ, ഫ്രൂട്ടിന്റെ ഒക്കെ കളർ പറയുന്നുണ്ട്. ലീവ്സിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ടു ബ്രൗണിഷ് ഗ്രീൻ കളറാണ്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പർപ്പിൾ ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഫ്രൂട്ട്സിന്റെ ആണെങ്കിൽ ഗ്രീൻ ടു ബ്രൗൺ കളറാണ് വരുന്നത്. ഓർഡർ ആണെങ്കിൽ സ്ലൈറ്റ് നേരിയ തോതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൻ്റെതായൊരു മണമുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ കയ്പ് ടേസ്റ്റ് ആണ്. അക്രിഡ് എന്ന് പറഞ്ഞാൽ ചവർപ്പ് ടേസ്റ്റ് ആണുള്ളത്.
സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീവ്സ് എന്ന് പറയുന്നത് 5 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. പിന്നെ വീതി എന്ന് പറയുന്നത് 2.5 മുതൽ 12 സെന്റിമീറ്റർ വരെയാണ് വീതി വരുന്നത്. ഇതിന്റെ ഫ്രൂട്ട്സ് ഏകദേശം 10 സെന്റിമീറ്റർ വരെയാണുള്ളത്. പിന്നെന്താണ് അതിന്റെ ഷേപ്പ് ആണ് പറയുന്നത് അല്ലെ. ലീവ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒവേറ്റ് ലാൻഷ്യോളേറ്റ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. L-ഹയോസയാമിൻ, ബീറ്റാമീഥൈൽ ആസ്കുലെറ്റിൻ. എന്താണ് ബീറ്റാമീഥൈൽ ആസ്കുലെറ്റിൻ, ബെലഡോണിൻ, N-മീഥൈൽ പൈറോലിഡോൺ. എന്താണ് N-മീഥൈൽ പൈറോലിഡോൺ, പൈറിഡിൻ. ഓക്കെ, പൈറിഡിൻ. ഇത്രയൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പാരാസിമ്പതറ്റിക് ഡിപ്രസന്റ്. ഇതെന്ന് പറയുന്നത് എന്താ പാരാസിമ്പതറ്റിക് ഡിപ്രസന്റ് ആണ്. ഓക്കെ, പാരാസിമ്പതറ്റിക് ഡിപ്രസന്റ് ആണ്. പിന്നെ നമ്മൾ എന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് സെക്രീഷൻ ഓഫ് സ്വെറ്റ് കുറയ്ക്കാനും സലൈവറി സെക്രീഷൻസ് കുറയ്ക്കാനും ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ സെക്രീഷൻ കുറയ്ക്കാനൊക്കെ ബെലഡോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ സെക്രീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ സെക്രീഷൻസ് ആ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പാണ് അല്ലെ. സലൈവറി സെക്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമിനീരാണ് അല്ലെ. ഗ്യാസ്ട്രിക് സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്. ഇതിന്റെയൊക്കെ സെക്രീഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ CNS സ്റ്റിമുലന്റിൽ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് എഫിട്ര ആണ്. എഫിട്രയുടെ സിനോണിം വരുന്നത് മാഷ്യോഗ് എന്നാണ്. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് എഫിട്ര കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് യങ് സ്റ്റെം ഓഫ് എഫിട്ര ജെറാർഡിയാന, എഫിട്ര നെബ്രോഡൻസിസ്. ഓക്കെ, എഫിട്ര ജെറാർഡിയാന, എഫിട്ര നെബ്രോഡൻസിസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി നിറ്റാസിയെ, അല്ലെങ്കിൽ എഫിട്രാസിയെ എന്ന് പറഞ്ഞാലും മതി. നിറ്റാസിയെ വേണ്ട, എഫിട്രാസിയെ ഒന്നും കൂടി ഓർത്തെടുക്കാൻ എളുപ്പമാവുമല്ലോ. അപ്പൊ എഫിട്രാസിയാണ് ഫാമിലി വരുന്നത്. എഫിട്രയുടെ സിനോണിം വരുന്നത് മാഷ്യോഗ് എന്നാണ്. പിന്നെ ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് എഫിട്ര കൺസിസ്റ്റ് ഓഫ് ദി ഡ്രൈഡ് യങ് സ്റ്റെം ഓഫ് എഫിട്ര ജെറാർഡിയാന, എഫിട്ര നെബ്രോഡൻസിസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി എഫിട്രാസിയെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനിഷ് യെല്ലോ കളറാണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എഫിട്രയുടെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനിഷ് യെല്ലോ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് ആൻഡ് പൈൻ ലൈക്ക് ഓർഡർ ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ടേസ്റ്റ് ആണ്. ആസ്ട്രീജ് ഒരു ടൈപ്പുള്ള ടേസ്റ്റ് ആണ് വരുന്നത് എഫിട്രയ്ക്ക്. പിന്നെ അതിന്റെ ഷേപ്പ് ആണ് സൈസ് ആണ് പറയുന്നത്. ദ സ്റ്റെംസ് ഏകദേശം 30 മുതൽ 35 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാവും. പിന്നെ വീതി പറയുന്നത് 5 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിന്റെ ഷേപ്പ് ആണ് സിലിണ്ടറിക്കൽ ഇലോങ്ങേറ്റഡ് വിത്ത് വെൽ മാർക്ക്ഡ് ഫെറസ് നോട്ട്സ്. അതൊന്നും വേണ്ട, ഷേപ്പ് ഇത്രയും മതി. സിലിണ്ടറിക്കൽ ഇലോങ്ങേറ്റഡ് വരെ മതി കേട്ടോ. ഷേപ്പ് വരുന്നത് സിലിണ്ടറിക്കൽ ഇലോങ്ങേറ്റഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് എഫിഡ്രിൻ, L-മീഥൈൽ എഫിഡ്രിൻ, D-മീഥൈൽ ഐസോഎഫിഡ്രിൻ, D-സ്യൂഡോഎഫിഡ്രിൻ, നോർഎഫിഡ്രിൻ, പിന്നെ ഡൈമീഥൈൽ എഫിഡ്രിൻ. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. എഫിഡ്രിൻ, പിന്നെ L-മീഥൈൽ എഫിഡ്രിൻ, D-മീഥൈൽ ഐസോഎഫിഡ്രിൻ, D-സ്യൂഡോഎഫിഡ്രിൻ, നോർഎഫിഡ്രിൻ, ഡൈമീഥൈൽ എഫിഡ്രിൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എഫിഡ്രയുടെ യൂസസ് ആണ് പറയുന്നത്. എഫിഡ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്മ റിലീഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പാരോ സിമ്പതോ മൈമെറ്റിക് ഓഫ് എഫിഡ്രിൻ അത് വേണ്ട. ഇതെന്താണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂസ് എന്ന് പറഞ്ഞാൽ ആസ്മ മാറാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന CNS സ്റ്റിമുലന്റ് ഡ്രഗ്സിൽ നെക്സ്റ്റ് നമ്മൾ ഡ്രഗ് പറയുന്നത് ഒപ്പിയം ആണ്. ഒപ്പിയത്തിന്റെ സിനോണിം വരുന്നത് റോ ഒപ്പിയം ആണ്. ഓക്കെ, ഒപ്പിയത്തിന്റെ സിനോണിം വരുന്നത് റോ ഒപ്പിയം എന്നാണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഒപ്പിയം കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ലാറ്റക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി അൺറൈപ്പ് ക്യാപ്സ്യൂൾസ് ഓഫ് ദി പ്ലാന്റ് പെപ്പാവർ സോംനിഫറം ലിൻ ആഫ്റ്റർ മേക്കിംഗ് ഇൻസെഷൻ. ഇറ്റ് ബിലോങ് ടു ദി ഫാമിലി പെപ്പാവറേസിയെ. ഒപ്പിയത്തിന്റെ ഫാമിലി ഏതാണ് വരുന്നത്? പെപ്പാവറേസിയാണ് ഫാമിലി വരുന്നത്. ഏത് വെറൈറ്റി ചെടിയിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ ഒപ്പിയത്തിന്റെ ലാറ്റക്സ് കളക്ട് ചെയ്യുന്ന വെച്ചാൽ പപ്പാവർ സോംനിഫറം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. അതായത് പപ്പാവർ സോംനിഫറം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ പാകമായ ഫ്രൂട്ടിൽ നിന്നും എന്താണ് ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ലാറ്റക്സ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ലാറ്റക്സിന് നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈ ചെയ്തിട്ടാണ് മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഒപ്പിയം നമ്മൾ കൺസിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ലാറ്റക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതായത് പപ്പാവർ സോംനിഫറം ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയിൽ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന്റെ പാകമായ ഫ്രൂട്ട് അല്ലേ, അതായത് റൈപ്പാണ് പാകമായത്. അൺറൈപ്പ് എന്ന് പറഞ്ഞാൽ പാകമാകാത്ത ക്യാപ്സ്യൂൾസ് ആണ് കേട്ടോ.
അൺറൈപ്പ് ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ പാകമാവാത്ത ക്യാപ്സ്യൂളിൽ നമ്മൾ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് ലാറ്റക്സ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലാറ്റക്സ് നമ്മൾ ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒപ്പിയം വരുന്ന ഫാമിലി എന്ന് പറയുന്നത് പപ്പാവറേസി ആണ് ഫാമിലി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക് ആണ്, അതായത് ഇതിന് ഇതിൻ്റെതായ ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടെന്നാണ് പറയുന്നത്. ടേസ്റ്റ് ആണെങ്കിൽ ബിറ്റർ ആണ്, കയ്പ് ടേസ്റ്റ് ആണുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഒപ്പിയത്തിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് വരുന്നത്. ഒപ്പിയത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. മെക്കോണിക് ആസിഡ് വരുന്നുണ്ട്, പിന്നെ ഇതാണ് നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. ഓക്കെ, നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ്സ്, ബെൻസൈൽ ഐസോക്വിനോലിൻ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. പിന്നെന്താണ് കൊഡീൻ, നോസ്കാപ്പിൻ, നാർക്കോട്ടിൻ, തെബൈൻ, പപ്പാവറിൻ, നാർസിൻ, കൊഡാമിൻ, ലാന്തോപ്പിൻ, കാൽഷ്യം, സ്റ്റാർച്ച്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്, ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഒന്നും കൂടി നോക്കാം. മെക്കോണിക് ആസിഡ്, നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ്, നോൺ നാർക്കോട്ടിക് ആൽക്കലോയിഡ്സ്, ഫിനാൻഡ്രിൻ ഡെറിവേറ്റീവ്സ്, ബെൻസൈൽ ഐസോക്വിനോലിൻ ഡെറിവേറ്റീവ്, കൊഡീൻ, നോസ്കാപ്പിൻ, നാർക്കോട്ടിൻ, തെബൈൻ, പെപ്പാവറിൻ, നാർസിൻ, കൊഡാമിൻ, ലാന്തോപ്പിൻ, കാൽഷ്യം, സ്റ്റാർച്ച്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ്, ഉപയോഗങ്ങൾ പറയുന്നത് എന്താണ്. അനാൽജസിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അനാൽജസിക് എന്ന് പറഞ്ഞാൽ വേദന സംഹാരിയാണ് അല്ലെ. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, സെഡേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ തന്നെ മയക്കം, ഓക്കെ, മയക്കം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയറിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് കന്നാബിസ് ആണ് അല്ലെ. കന്നാബിസ് ആണ്. കന്നാബിസിന്റെ സിനോണിം വരുന്നത് ഗഞ്ച, മാരിജുവാന എന്നാണ്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് കന്നാബിസ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് ദി കൾട്ടിവേറ്റഡ് ഫീമെയിൽ പ്ലാന്റ്സ് ഓഫ് കന്നാബിസ് സാറ്റൈവ ലിൻ, അതായത് കന്നാബിസ് സാറ്റൈവ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിന്ന്. ഓക്കെ, അതിന്റെ ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട്, അതായത് ഫീമെയിൽ പ്ലാന്റ്സിന്റെ ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. കന്നാബിസ് സാറ്റൈവ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫീമെയിൽ പ്ലാന്റ്സിലുള്ള ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് കന്നാബിനേസിയാണ് ഫാമിലി വരുന്നത്, കന്നാബിനേസിയെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഡൾ ഗ്രീൻ ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നാർക്കോട്ടിക് ആണ് വരുന്നത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സംവാട്ട് ആക്രിഡ് ആൻഡ് പഞ്ചന്റ് ആണ്. ഓക്കെ, ടേസ്റ്റ് വരുന്നത് സംവാട്ട് ആക്രിഡ് ആൻഡ് പഞ്ചന്റ് ടേസ്റ്റ് ആണ് വരുന്നത്. ഷേപ്പ് ആണെങ്കിൽ ഫ്ലാറ്റൻഡ് ഓർ സിലിണ്ടറിക്കൽ മാസ്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലാറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, പരന്നിട്ടാണ് അല്ലെ. സിലിണ്ടറിക്കൽ മാസസ് ആയിട്ടാണ് ഷേപ്പ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. വോളറ്റൈൽ ഓയിൽ വരുന്നുണ്ട്, ട്രൈഗോണലിൻ വരുന്നുണ്ട്, കോളിൻ, കന്നാബിഡിയോൾ, കന്നാബിനോൾ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമിൻ, കന്നാബിജെറോൾ, ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്, വോളറ്റൈൽ ഓയിൽ, ട്രൈഗോണലിൻ, കോളിൻ, കന്നാബിഡിയോൾ, കന്നാബിനോൾ, കന്നാബിഡിയോളിക് ആസിഡ്, കന്നാബിക്രോമിൻ, കന്നാബിജെറോൾ, ഇതൊക്കെയാണ് നമ്മുടെ കന്നാബിസിലുള്ള കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ കന്നാബിസിന്റെ യൂസസ് ആണ് പറയുന്നത്. നാർക്കോട്ടിക് ആണ്, അതായത് മയക്കം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സെഡേറ്റീവ് ആണ്. പിന്നെന്താണ്, അനാൽജസിക് ആണ്. അനാൽജസിക് എന്ന് പറഞ്ഞാൽ വേദന സംഹാരിയാണ് അല്ലെ. സൈക്കോട്രോപിക് പ്രോപ്പർട്ടീസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് വേണ്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് CNS സ്റ്റിമുലന്റ് ഡ്രഗ്സിൽ നമ്മൾ പറയുന്ന അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് നെക്സോമിക്കയാണ്. നെക്സോമിക്കാണ് നമ്മൾ പറയുന്നത്. നെക്സോമിക്കയുടെ സിനോണിംസ് ആണ് പറയുന്നത്. ക്രോഫിക് അല്ലെങ്കിൽ ക്രോഫിക് ഒരുമിച്ചാണ് കേട്ടോ. ക്രോഫിക് എന്ന് ഒറ്റ പേരാണ്. ക്രോഫിക് അല്ലെങ്കിൽ നെക്സോമിക്ക സീഡ് എന്നാണ് നെക്സോമിക്കയുടെ സിനോണിം വരുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് നോക്കാം. നെക്സോമിക്ക നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ സീഡ്സ്, ഓക്കെ, അതാണ് പറയുന്നത് റൈപ്പ് സീഡ്സ്, അതായത് സീഡ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏത് വെറൈറ്റി ചെടിയാണെങ്കിൽ സ്റ്റിച്ച്നസ് നെക്സോമിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ, ഏതാണ് സ്റ്റിച്ച്നസ് നെക്സോമിക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ പാകമായ സീഡ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ലൊഗാനാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, നെക്സോമിക്കയുടെ പാകമായ സീഡ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ലൊഗാനാസി ആണ്. നെക്സോമിക്ക എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ലൊഗാനാസി ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. നെക്സോമിക്കയുടെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്. ഓക്കെ, അതിന്റെ ആ സീഡിനെ കുറിച്ചാണ് പറയുന്നത്. സീഡിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനിഷ് ബ്രൗൺ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ,
നണ്ണാണ്, പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റൻസ്ലി ബിറ്റർ ആണ്. ഇന്റൻസ്ലി ബിറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പുണ്ട്, ആഴത്തിലുള്ള കയ്പ് ടേസ്റ്റ് ആണുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിന്റെ സൈസ് ആണ് പറയുന്നത്. സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീഡ്സ് ഏകദേശം 10 മുതൽ 30 മില്ലിമീറ്റർ വരെ ഡയമീറ്റർ ഇത് സൈസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 4 മുതൽ 6 മില്ലിമീറ്റർ വരെയാണ് അതിന്റെ തിക്നെസ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഷേപ്പ് ആണ് പറയുന്നത്. ഇതിന്റെ ഷേപ്പ് ഡിസ്ക് സീഡ്സിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഷേപ്ഡ് ആണുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. സ്ട്രിച്നിൻ വരുന്നുണ്ട്, ബ്രൂസിൻ, വോമിസിൻ, കൊളുബ്രിൻ, സ്യൂഡോ സ്ട്രിച്നിൻ, സ്ട്രിച്നിസിൻ. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ് വരുന്നത്? സ്ട്രിച്നിൻ വരുന്നുണ്ട്, ബ്രൂസിൻ, വോമിസിൻ, കൊളുബ്രിൻ, സ്യൂഡോ സ്ട്രിച്നിൻ, സ്ട്രിച്നിസിൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് വോമിക്ക ഈസ് യൂസ്ഡ് ആസ് ബിറ്റർ സ്റ്റൊമാറ്റിക് ആൻഡ് ടോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വോമിക്ക നമ്മൾ ബിറ്റർ സ്റ്റൊമാറ്റിക് ആൻഡ് ടോണിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, വയറുവേദനയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ആൻഡ് റെക്കമെൻഡഡ് ഇൻ സർട്ടൈൻ ഫോംസ് ഓഫ് കാർഡിയാക് ഫെയിലിയർ. അതായത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലഡ് പ്രഷർ ഭയങ്കര BP ഭയങ്കര ലോ ഉള്ളവർക്ക് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് കാർഡിയാക് ഫെയിലിയറിന്റെ കേസിൽ ചിലവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നക്സോമിക്ക എന്ന് പറഞ്ഞ ഡ്രഗ്. ടു സ്റ്റിമുലേറ്റ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സോമിക്ക നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബിറ്റർ സ്റ്റൊമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോണിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കാർഡിയാക് ഫെയിലിയർ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ, ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ നാച്ചുറൽ ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, കെമിക്കൽ നാച്ചുറൽ ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന നമുക്കറിയാം അല്ലേ, നമുക്ക് വിവിധ തരം ഡ്രഗ്സ്, വിവിധ തരത്തിലുള്ള ഡ്രഗ്സ് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൽക്കലോയിഡ്സ് കിട്ടുന്നുണ്ട്, വളട്ടൈൽ ഓയിൽസ് കിട്ടുന്നുണ്ട്, ടാനിൻസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഫസ്റ്റ് നമ്മളതിൽ ആൽക്കലോയിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആൽക്കലോയിഡ്സ് ഒക്കർ ബോത്ത് ഇൻ ഫ്രീ ഫോം ആൻഡ് സോൾട്സ് ഓഫ് ഓർഗാനിക്. ഓക്കെ, ഒന്നിക്കെ നമുക്ക് ഈ ആൽക്കലോയിഡ്സ് ഒന്നിക്കെ ഫ്രീ ഫോമിലോ അല്ലെങ്കിൽ സോൾട്ടിന്റെ രൂപത്തിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെന്താ പറയുന്നത്, ബട്ട് ഇറ്റ് ഈസ് ഇൻ റീസെന്റ് ഇയേഴ്സ് ദാറ്റ് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. ഓക്കെ, അതായത് നമുക്ക് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഇതിനെ കുറിച്ചിട്ട്, ഈ ആൽക്കലോയിഡ്സിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. പിന്നെ ഈ അടുത്ത കാലത്താണ് നമുക്ക് ഈ നമ്മുടെ ഈ ആൽക്കലോയിഡ്സിനെ കുറിച്ചിട്ടുള്ള ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ, കെമിക്കൽ, ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ലഭിച്ചത്. പിന്നെ സർ ട്യൂർണർ 1806 സർ ട്യൂർണർ എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്തു, ആൽക്കലോയിഡൽ കെമിസ്ട്രി കണ്ടുപിടിച്ചു. then he reported isolation of morphine from opium. നമ്മുടെ ഒപ്പിയത്തിൽ നിന്നും മോർഫിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എങ്ങനെയാന്നുള്ളത് ആള് റിപ്പോർട്ട് ചെയ്തു. ഡിസ്കവറി ഓഫ് അതർ ആൽക്കലോയിഡ്സ്, പിന്നെ അത് മാത്രമല്ല പിന്നെന്താണ്, നമ്മുടെ ഒപ്പിയത്തിൽ നിന്ന് എങ്ങനെയാണ് മോർഫിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചു. ആൽക്കലോയിഡൽ കെമിസ്ട്രീനെ കുറിച്ച് തന്നെ വലിയ അത്യാവശ്യം വിവരങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെന്താ പറയുന്നത്, ഡിസ്കവറി ഓഫ് അതർ ഇമ്പോർട്ടന്റ് ആൽക്കലോയിഡ്സ്, മറ്റുള്ള ഇമ്പോർട്ടന്റ് ആൽക്കലോയിഡ്സിനെ കുറിച്ച് കണ്ടുപിടിച്ചു. particularly by Pelletier and Cavendon. ഓക്കെ, കാവൻഡണും പെല്ലറ്റിയറും എന്താ ചെയ്ത്, particularly by Pelletier and rapidly followed, അതായത് എമിറ്റിൻ, കഫീൻ, ക്യൂനിൻ എന്ന് പറഞ്ഞ ഈ കോമ്പോണൻസ് ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, പെല്ലറ്റിയറും കാവൻഡണും എന്താ ചെയ്ത്, എമിറ്റിൻ, കഫീൻ, ഓക്കെ, എമിറ്റിൻ, കഫീൻ, ക്യൂനിൻ ഒക്കെ കണ്ടുപിടിച്ചു. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ആൽക്കലോയിഡ്, നമുക്ക് കെമിക്കൽ ടെസ്റ്റ് വേണ്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ്. ആൽക്കലോയിഡ്സിന്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഏജന്റ് ആൻഡ് ഡിസ്കവറേജ്
എനിമൽ ഓർ ഇൻസെക്ട് അറ്റാക്ക്. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ആൽക്കലോയിഡ് പ്രൊട്ടക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഡിസ്കവറേജ് എനിമൽ ഓർ ഇൻസെക്ട് അറ്റാക്ക്, അനിമൽസിനെ അല്ലെങ്കിൽ ഇൻസെക്ട് അറ്റാക്കിൽ നിന്ന് ഡിസ്കവറേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, അതായത് അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രാണി എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഈ ആൽക്കലോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആക്ഷനെ ഇതാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്, മാറ്റാൻ പറ്റുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന പ്ലാന്റ് സ്റ്റിമുലൻസ് ഓർ റെഗുലേഷൻ ഇൻ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ആൻഡ് മെറ്റബോളിസം. അതായത് പ്ലാന്റ് സ്റ്റിമുലൻസ് നമ്മളെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും ഗ്രോത്തും റീപ്രൊഡക്ഷനും മെറ്റബോളിസം ഒക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡീടോക്സിക്കേറ്റിംഗ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, റിസർവോയർ എന്ന് പറഞ്ഞാൽ സംഭരണശാല എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലെ. പ്രോട്ടീൻ സിന്തസിന്റെ ഒരു സംഭരണശാലയാണ് എന്തെന്ന് പറയുന്നത്, ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ആൽക്കലോയിഡ്സിന്റെ പേരും അതിന്റെ സ്ട്രക്ചറും ഒന്നും വേണ്ട, നമുക്ക് പഠിക്കാനില്ല. പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, അതിന്റെ സോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് ആൽക്കലോയിഡ്സ്, ഫസ്റ്റത്തെ ആൽക്കലോയിഡ്സ് പറയുന്നത് ക്യുനോലിൻ ആൽക്കലോയിഡ്സ് ആണ്. ക്യുനോലിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ക്യുനിൻ, ക്യുനിഡിൻ, സിങ്കോണിനൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ഇത് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് ഈ ക്യുനോളിൻ ആൽക്കലോയിഡ്സ് എവിടെ നിന്നൊക്കെ കിട്ടുന്നതാണ് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് സിങ്കോണ സ്പീഷീസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് പ്യൂരിൻ ആൽക്കലോയിഡ്സ് ആണ്. പ്യൂരിൻ ആൽക്കലോയിഡ്സിൽ വരുന്നതാണ് കഫീൻ, തിയോബ്രോമിൻ ഒക്കെ. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ടീ, കോഫി ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇമിഡസോൾ ആൽക്കലോയിഡ്സ് ആണ്. ഓക്കെ, അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പൈലോകാർപ്പിൻ ആണ്. അത് കിട്ടുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ പൈലോകാർപ്പസ് ആണ്. ഓക്കെ, ലാസ്റ്റത്തെ വേണ്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെർപ്പിനോയിഡ്സ് ആണ്. ടെർപ്പിനോയിഡ്സ്, ദ ടേം ടെർപ്പീൻ റെപ്രസെന്റ് ഹൈഡ്രോകാർബൺ. ടെർപ്പീൻ എന്ന് പറഞ്ഞ ടേം റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈഡ്രോകാർബൺ ആണ്. ഓക്കെ, വൈൽ ടെർപ്പിനോയിഡ്സ് ഇൻക്ലൂഡ് ഹൈഡ്രോകാർബൺ. ടെർപ്പിനോയിഡ്സിൽ എന്തുണ്ട്, ഹൈഡ്രോകാർബൺസ് ഉണ്ട്, ആസ് വെൽ ആസ് their oxygenated derivatives. ഓക്കെ, ടെർപ്പിനോയിഡ്സിൽ എന്തുണ്ട്, ഹൈഡ്രോകാർബൺസും ഉണ്ട്, അതിന്റെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സും ഉണ്ട്. ദ ടേം ടെർപ്പീൻ റെപ്രസെന്റ്, ടെർപ്പീൻ എന്ന് പറഞ്ഞ ടേം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈഡ്രോകാർബൺസിനെയാണ്. ഓക്കെ, വൈൽ ടെർപ്പിനോയിഡ്സ് ഇൻക്ലൂഡ്, അതിൽ ടെർപ്പിനോയിഡ്സിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രോകാർബൺസും പിന്നെ അതിന്റെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെർപ്പീൻസ് ആൻഡ് ടെർപ്പിനോയിഡ്സ് ആണ്. ആർ ഫൗണ്ട് ഇൻ വോളട്ടൈൽ ഓയിൽ. ടെർപ്പീൻസും ടെർപ്പിനോയിഡ്സും കാണപ്പെടുന്നത് എവിടെയാണ്, വോളട്ടൈൽ ഓയിലാണ്. ഓക്കെ, ടെർപ്പീൻസും ടെർപ്പിനോയിഡ്സും ഒക്കെ കാണപ്പെടുന്നത് എന്താ, വോളട്ടൈൽ ഓയിലാണ് അല്ലെ. വോളട്ടൈൽ ഓയിൽ ഓഫ് പ്ലാന്റ് ഓർ അനിമൽസ് ഒറിജിൻ. പ്ലാന്റ്സിനോ അനിമൽസിനോ കിട്ടുന്ന വോളട്ടൈൽ ഓയിലാണ് എന്ത് കാണപ്പെടുന്നത്, ടെർപ്പീനോ അല്ലെങ്കിൽ ടെർപ്പിനോയിഡ്സ് ഒക്കെ കാണപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് വോളട്ടൈൽ ഓയിൽസും അതിന്റെ ടെർപ്പിനോയിഡ്സും ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്ന വോളട്ടൈൽ ഓയിൽ, രണ്ടാമത് പറയുന്നത് അതിൽ ഏത് ടെർപ്പിനോയിഡ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കാരാവേ ഓയിലാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്ന വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, കാരാവേ ഓയിലാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ടെർപ്പിനോയിഡ്സ് ഏതൊക്കെയാ വെച്ചാൽ കാർബോണും വരുന്നുണ്ട്, ലിമോണിനും വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്ന വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ സിട്രനല്ല ഓയിലാണ്. അതിൽ വരുന്ന ടെർപ്പിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറാനിയോൾ, സിട്രനെല്ലാൾ, പിന്നെ ഏതാ വരുന്നത്, ഫാൻ, എസോൾ ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് യൂക്കാലിപ്റ്റസ് ഓയിലാണ് വരുന്നത്, സിനിയോൾ ആണ് വരുന്നത്. നെക്സ്റ്റ് ജെറാനിയം ഓയിലാണ് വരുന്നത്, അതിൽ വരുന്നത് ജെറാനിയോൾ ആണ് വരുന്നത്. പെപ്പർമിന്റ് ഓയിൽ വരുന്നത് മെന്തോൾ ആണ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് പെർഫ്യൂമറി. പെർഫ്യൂംസ് ഉണ്ടാക്കാനും കോസ്മെറ്റിക്സ് ഉണ്ടാക്കാനും സോപ്പ് ഉണ്ടാക്കാനും, സോപ്പ് ഉണ്ടാക്കാൻ ആൽക്കലോയിഡ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ, ടെർപ്പീൻസിനെ കുറിച്ചാണ് പറഞ്ഞത്, ടെർപ്പിനോയിഡ്സ് അല്ലെ. റെഫിനോയിഡ്സിന്റെ യൂസിനെ കുറിച്ചാണ് പറയുന്നത്. പെർഫ്യൂംസ് ഉണ്ടാക്കാനും കോസ്മെറ്റിക്സും സോപ്സും പിന്നെ ഇൻസെൻസ്, ഫുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ബിവറേജസ് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ടെർപ്പിനോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇറ്റ് എക്സിബിറ്റ് ദ ആക്ഷൻസ് ലൈക്ക് ആന്റിസെപ്റ്റിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലൻ എന്നാണ് ഉത്തേജനത്തിന് വേണ്ടിയിട്ട്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട്. ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി. ആന്തൽമെന്റിക് എന്ന് പറഞ്ഞാൽ വിരയുടെ ശല്യത്തിന്. അനാൽജസിക് എന്ന് പറഞ്ഞാൽ എന്താ, വേദന സംഹാരിയാണ് അല്ലെ. ആന്റി റൂമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, വാദത്തിന് വേണ്ടിയിട്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. കൗണ്ടർ ഇറിറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൗണ്ടർ ഇറിറ്റന്റ് അതായത് നമുക്ക് തൊലിപ്പുറമെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. കൗണ്ടർ ഇറിറ്റന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്ലൈക്കോസൈഡ്സിനെ കുറിച്ചിട്ടാണ്. ഗ്ലൈക്കോസൈഡ്സ് നല്ല ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇത് നമുക്ക് പ്ലാന്റ്സിനും അനിമൽസിനും ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് വിച്ച് ഈൽഡ് ഓൺ എയ്ഡർ അസിഡിക് ഓർ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ്. ഓക്കെ,
വൺ ഓർ മോർ ഷുഗർ ആൻഡ് നോൺ ഷുഗർ റെസിഡ്യൂ. അതായത് നമ്മൾ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത് എന്താ, ഓർഗാനിക് കോമ്പൗണ്ട്സോ പ്ലാന്റിന്റെയോ എനിമൽസിനോ നമുക്ക് കിട്ടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോസൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഈൽഡ് ഓൺ എയ്തർ അസിഡിക് ഓർ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് ചെയ്യും. ഓക്കെ, ഒന്നിക്ക് ആസിഡ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻസൈമാറ്റിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ ഒന്നിലധികമോ ഷുഗേഴ്സ് കിട്ടും. അതാണ് പറയുന്നത് വൺ ഓർ മോർ ഷുഗർ ആൻഡ് നോൺ ഷുഗർ റെസിഡ്യൂ. ഷുഗർ റെസിഡ്യൂം കിട്ടും, നോൺ ഷുഗർ റെസിഡ്യൂം കിട്ടും. നോൺ ഷുഗർ മൊയിറ്റിനെ അല്ലെങ്കിൽ നോൺ ഷുഗർ റെസിഡ്യൂവിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെനിൻ അല്ലെങ്കിൽ അഗ്ലൈക്കോൺ എന്നാണ് പറയുന്നത്. ഷുഗർ കോമ്പോണൻസിനെ ആണെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ മൊയിറ്റിനെ ആണെങ്കിൽ നമ്മൾ ഗ്ലൈക്കോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളട്ടൈൽ ഓയിൽ ആണ്. വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുള്ള വോളട്ടൈൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സോഴ്സ്. ഓക്കെ, അനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ കിട്ടുന്ന നല്ല മണമുള്ള ഒരു ഓർഡേഴ്സ് ആയിട്ടുള്ള ഒരു ഓയിലാണ് വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് പറയുന്നത് ദ ഓർഡറസ് വോളട്ടൈൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ സോഴ്സ് ആർ നോൺ ആസ് വോളട്ടൈൽ ഓയിൽ. ഇങ്ങനെ നല്ല സ്മെല്ലുള്ള അനിമൽസിനൊക്കെ പ്ലാന്റ്സിനൊക്കെ കിട്ടുന്ന ഈ ഓയിൽസിനെയാണ് നമ്മൾ വോളട്ടൈൽ ഓയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓർഡിനറി ടെമ്പറേച്ചറിൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്ത് പോവും, ഇവാപൊറേറ്റ് ചെയ്ത് പോരെ, ബാഷ്പീകരിച്ച് പോകുന്നാണ് പറയുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് എത്രിയൽ ഓയിൽസ്. ഇതിന് എന്തെന്നും പറയുന്നുണ്ട്, എത്രിയൽ ഓയിൽസും കൂടി പേരുന്നുണ്ട്. they represent essence or active constant of plant. ഇതെന്താണ്, ഈ എത്രിയൽ ഓയിൽസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മുടെ പ്ലാന്റിന്റെ എസെൻസ് ആണ് അല്ലെ. റെപ്രസെന്റ് എസെൻസ് അല്ലെങ്കിൽ എസെൻസ് നല്ല എന്താ, അത്രയും പ്ലാന്റ്സിന്റെ സത്ത് അല്ലെ. ഓക്കെ, ആ പ്ലാന്റ്സിലുള്ള സത്ത് അല്ലെങ്കിൽ ആക്റ്റീവ് കോൺസ്റ്റന്റ്, പ്ലാന്റിന്റെ ആക്റ്റീവ് കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ഈ എസെൻസ് എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താ, അതിലുള്ള എല്ലാ സത്തും എന്തിൽ അടങ്ങിയിട്ടുണ്ടാവും, ഈ എസെൻസിൽ അടങ്ങിയിട്ടുണ്ടാവും. അതാണ് പറയുന്നത് they represent എസെൻസോ അല്ലെങ്കിൽ ആക്റ്റീവ് കോൺസ്റ്റന്റ് ഓഫ് പ്ലാന്റ്. ഇതെന്ന് പറയുന്നത് ഈ വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിന്റെ എസെൻസോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ ആക്റ്റീവ് കോൺസ്റ്റന്റോ ആണ്. അത് കാരണം തന്നെ അതിന് എസെൻഷ്യൽ ഓയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ കെമിക്കൽ ടെസ്റ്റ് ഓർ വോളട്ടൈൽ ഓയിൽ പ്രസന്റ് വോളട്ടൈൽ ഓയിൽ നാച്ചുറൽ. അതായത് കെമിക്കൽ ടെസ്റ്റ് ഓഫ് വോളട്ടൈൽ ഓയിൽ, presence of volatile oil in the natural drugs can be dictated by the following ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിപ്പിഡ്സ് എന്താണെന്നാണ്. ലിപ്പിഡ്സിനെ കുറിച്ചാണ്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലിപ്പിഡ്സ് ആർ ദ സബ്സ്റ്റൻസ് ഓഫ് അനിമൽസിലെ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അനിമൽസിനോ പ്ലാന്റ്സ് ഒറിജിൻസിനോ നമുക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് കംപ്രൈസസ് ഓഫ് ഫിക്സ്ഡ് ഓയിൽസ്. ഈ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഒന്നിക്ക് ഫിക്സ്ഡ് ഓയിലിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഫാറ്റിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ വാക്സിന്റെ രൂപത്തിലൊക്കെ ആയിരിക്കാം. ബേസിക് ഫംഗ്ഷൻ ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റ് സ്റ്റോറേജ് ഓഫ് എനർജി. ഓക്കെ, അതായത് നമ്മുടെ ഓയിൽസിന്റെയും ഫാറ്റ്സിന്റെ ഒക്കെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സെവറൽ യൂസ്ഡ് ഇൻ മെഡിസിനൽ ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഈ ലിപ്പിഡ്സ് നമ്മൾ മെഡിസിൻസിലും ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, അതായത് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നമുക്ക് ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് എന്തൊക്കെ ഫോമില കിട്ടും, ഒന്നിക്കെ ഫിക്സ്ഡ് ഓയിലിന്റെ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ ഫാറ്റിന്റെ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ വാക്സസിന്റെ ഫോമിലൊക്കെ ആയിരിക്കാം. ഈ നമ്മുടെ ഈ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാറ്റിന്റെ അതാണ് പറയുന്നത്. ഫാറ്റ് അതായത് ദ ഫംഗ്ഷൻ ഓഫ് ഓയിൽസ്, അതായത് ഓയിൽസ് ആൻഡ് ഫാറ്റ് സ്റ്റോറേജ് ഓഫ് എനർജി എപ്പാർട്ട് ഫ്രം ദെയർ സെവറൽ യൂസസ്. അതായത് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓയിലിന്റെയും ഫാറ്റിലൊക്കെ എന്താ ഉള്ളത്, എനർജിയുടെ സ്റ്റോറേജ് ആണ് ഈ ഫാറ്റ് ഓയിൽ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇത് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കാനും ഇൻഡസ്ട്രീസ് വ്യാവസായികപരമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദേ ആർ ഒബ്റ്റെയിൻഡ് ബൈ എക്സ്ട്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓയിൽസിനെയും ഫാറ്റ്സിനെയും ഒക്കെ നമ്മൾ പ്ലാന്റ്സിനും അനിമൽസിനൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. സെവറൽ ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് സച്ചേഴ്സ്. ഓക്കെ, സെവറൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് നമ്മൾ അത് കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില സ്റ്റാൻഡേർഡ്സ് നോക്കും നമ്മൾ. ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അയഡിൻ വാല്യൂ, അതിന്റെ സോലിബിലിറ്റി, വ്യത്യസ്ത സോൾവെന്റ്സിലുള്ള അതിന്റെ സോലിബിലിറ്റി, പിന്നെന്താണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ പ്യൂരിറ്റി, ഐഡന്റിറ്റി ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ലിപ്പിഡ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്നുണ്ട്, അനിമൽ ഒറിജിനിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് ഫിക്സ്ഡ് ഓയിലിന്റെയും ഫാറ്റിന്റെയും വാക്സസിന്റെയും ഒക്കെ രൂപത്തിലാണ് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫാറ്റിന്റെ ആയാലും ഓയിലിന്റെ ആയാലും ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ മെഡിസിൻസ് ഉണ്ടാക്കാൻ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ ലിപ്പിഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ധാരാളം ടെസ്റ്റുകളും സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാ വെച്ചാൽ അതിന്റെ ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അയഡിൻ വാല്യൂ, സോലിബിലിറ്റി ഇൻ വാരിയസ് സോൾവെന്റ്സ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ
ഇതിന്റെ ഈ ലിപ്പിഡ്സിന്റെ പ്യൂരിറ്റിയും ഐഡന്റിറ്റി ഒക്കെ. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് എത്രമാത്രം ശുദ്ധമാണെന്നുള്ളത് അല്ലെ. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ തിരിച്ചറിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് ഓയിൽസ് അല്ലെങ്കിൽ ഫാറ്റി ഓയിൽസ് ആണ് പറയുന്നത്. ദീസ് ആർ റിസൾട്ട്സ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഓക്കെ, ദോസ് വിച്ച് ആർ ലിക്വിഡ് ആയിട്ട്, അതായത് ഇത് പറഞ്ഞാൽ പ്ലാന്റ്സിന് അനിമൽസ് നമുക്ക് കിട്ടുന്നതാണ് ഈ ഫിക്സ്ഡ് ഓയിൽസ് അല്ലെങ്കിൽ ഫാറ്റി ഓയിൽസ് എന്ന് പറയുന്നത്. വിച്ച് ആർ ലിക്വിഡ് ആയിട്ട്, ഇത് ലിക്വിഡായി പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15.5 മുതൽ 16.5 ഡിഗ്രി സെൽഷ്യസിൽ ഇത് എന്തായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറൂലേ. അത് കാരണം തന്നെ ഇതിന് എന്തെന്ന് പറയുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽ എന്നാണ് പറയുന്നത് അല്ലേ. ദ പ്രോസസ് ഓഫ് ഫോളോയിങ് പ്രോപ്പർട്ടീസ്, ഈ ഫിക്സ്ഡ് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റി ഓയിൽ എന്ന് പറയുന്നത് എന്താണ്, തിക്കാണ്. പിന്നെന്താ പറയുന്നത്, വിസ്കസ് കട്ടി കൂടുതലാണ് അല്ലെ. യെല്ലോ കളർ ആയിട്ടുള്ള ലിക്വിഡ് അല്ലെങ്കിൽ അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ആണ്, അതിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ഉണ്ടായിരിക്കും. ദേ ആർ നോൺ വോളറ്റൈൽ ആണ്, കനോട്ട് ബി ഡിസ്റ്റിൽഡ്. ഇത് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ ആണ്, ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റില്ല. ദേ ഡു നോട്ട് ഹാവ് ഫുഡ് വാല്യൂ, ഇതിന് ഫുഡ് വാല്യൂ ഇല്ല. ക്യാൻ ബി സാപ്പോണിഫൈ, ഇതിനെ സാപ്പോണിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. ദേ ടേൺ റാൻസീഡ്. ഓക്കെ, ബട്ട് ഓൺ സ്റ്റോറേജ് ഡ്യൂ ടു ഫ്രീ അസിഡിറ്റി. റാൻസീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചീഞ്ഞത്. ചീഞ്ഞ സ്മെല്ല് അല്ലേ, ചീഞ്ഞൊരു ഇത്. ഓക്കെ, ടേൺ റാൻസിഡ് ഓൺ സ്റ്റോറേജ് ഡ്യൂ ടു ഫ്രീ അസിഡിറ്റി. നമ്മൾ ഫ്രീ അസിഡിറ്റിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ചീഞ്ഞ ഒരു സ്മെല്ലായിട്ട് മാറുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാക്സസിനെ കുറിച്ചിട്ടാണ്. വാക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, അൺടെസ്റ്റ് യൂസിബിൾ. അൺടെസ്റ്റിന്റെ മീനിങ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് അൺടെസ്റ്റ് എന്ന് പറഞ്ഞാല്, വൃത്തിയിട്ട എന്താണ് വൃത്തിയിട്ട അങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞേ. ഓക്കെ, ഫ്യൂസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, യോജിച്ച് നിൽക്കുന്ന, ഫ്യൂസിബിൾ. പിന്നെന്താ പറയുന്നത്, വേരിയബിളി വിസ്കസ് സോളിഡ് സബ്സ്റ്റൻസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് വാക്സിൽ എക്സ്റ്റർ ആണുള്ളത്. ഓക്കെ, വാക്സസിനെ അറിയാലോ, നമ്മുടെ എന്താണ് ഒരു കൊഴുത്തിട്ട് കാണുന്നതാണ് അല്ലെ. അൺടെസ്റ്റ് ഫ്യൂസിബിൾ, യോജിച്ച് നിൽക്കുന്ന, വിസ്കസ് ആയിട്ടുള്ള കട്ടി കൂടിയ സോളിഡ് സബ്സ്റ്റൻസ് ആണ് വാക്സസ് എന്ന് പറഞ്ഞാൽ. ഇതിന് വാക്സിന്റെ ഒരു ലെറ്റർ തന്നെയാണുള്ളത്, ഒരു ക്യാരക്ടർ തന്നെയാണുള്ളത്. ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്, വാക്സി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്സിന്റെ അതിന്റെ കൂടെ തന്നെ ഹൈ മോളിക്കുലർ വെയിറ്റ്, മോണോഹൈഡ്രിക് ആൽക്കഹോൾ സച്ചസ് കൊളസ്ട്രോൾ, ആൽക്കഹോൾ, മെലിസിൻ ആൽക്കഹോൾ. ദേ ആർ ഒബ്റ്റൈൻഡ് ഫ്രം വേരിയസ് സോഴ്സസ്. വാക്സസ് ആണ് അൺടെസ്റ്റ് ഫ്യൂസിബിൾ വേരിയബിളി വിസ്കസ് സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഇതിനായി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വാക്സിൽ എക്സ്ട്രാ ആണ് ഇതിനുള്ളത്. there are esters of fatty acids വാക്സി വിത്ത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉണ്ട്. ഇതിൽ എന്തുണ്ട്, ഫാറ്റി ആസിഡ്സിന്റെ എസ്റ്റേഴ്സ് ഉണ്ട്, അത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയാണ് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് എന്ന് പറയുന്നത്, കൊളസ്ട്രോൾ, സിറ്റൈൽ ആൽക്കഹോൾ, മെലിസിൽ ആൽക്കഹോൾ ഒക്കെയാണ് വരുന്നത്. ദേ ആർ ഒബ്റ്റൈൻഡ് ഫ്രം, നമുക്കിത് ലഭിക്കുന്നത് വ്യത്യസ്ത തരം സോഴ്സുകളിൽ നിന്നാണ്. അനിമൽസ് നിന്ന് കിട്ടുന്നത് ഏതൊക്കെയാ, സ്വർണസെറ്റി, ബീസ് വാക്സ്, ബോൾ ഫാറ്റ് ഒക്കെയാണ് അനിമൽസ് നിന്ന് കിട്ടുന്നത്. വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്നത് സെസാൾ വാക്സ്, കാർണോബ വാക്സ്, ജപ്പാൻ വാക്സ്, ബേബറി വാക്സ് ഒക്കെയാണ് കിട്ടുന്നത്. മിനറൽസ് കിട്ടുന്നത് സെറസിൻ, പാരഫിൻ ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടാനിൻസ് ആണ്. ടാനിൻസിൽ വരുന്നത് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹൈ മോളിക്കുലർ വെയിറ്റ് ഗ്രൂപ്പ് ഓഫ് വെരി കോംപ്ലക്സ് കെമിക്കൽസ് ഓഫ് പ്ലാന്റ് ഒറിജിൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ദം പ്രിസൈസ്ലി. നമുക്കിത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. In the past the term was applied to chemicals which were used to combine does not. അതായത് പറയുന്നത് ഈ ടാനിൻസിൽ എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹൈ മോളിക്കുലർ വെയിറ്റ് ഗ്രൂപ്പ് ഓഫ് വെരി കോംപ്ലക്സ് കെമിക്കൽസ് ഓഫ് പ്ലാന്റ് ഒറിജിൻ. പ്ലാന്റ്സ് നിന്ന് കിട്ടുന്ന വെരി കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഹൈ മോളിക്കുലർ ഗ്രൂപ്പ്. ഓക്കെ, ഹൈ മോളിക്കുലർ ഗ്രൂപ്പ് അതായത് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള വെരി കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് എന്തിൽ അടങ്ങിയിരിക്കുന്നത്, ഈ ടാനിൻസ് എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ്സ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ശരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. In the past the term was applied to chemicals. Okay, നമ്മൾ പണ്ടത്തെ കാലത്ത് കെമിക്കൽസിനാണ് ഈ ടേം നമ്മൾ ഉപയോഗിച്ചിരുന്നത്. വിച്ച് വർ യൂസ്ഡ് ടു കമ്പൈൻ ഡൺസ് വിത്ത് പ്രോട്ടീൻ ഒപ്റ്റിമം ആനിമൽ ഹൈഡ്. അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് ആനിമൽ ഹൈഡിനെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടാനിൻസ് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് പ്യൂട്രിഫിക്കേഷൻ, പ്രിവെന്റ് ദയർ പ്യൂട്രിഫിക്കേഷൻ, അതായത് അഴുകുന്നത് തടയും അല്ലേ. എന്നിട്ട് ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, ലെതറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു അല്ലേ, ആനിമൽ ഹൈഡ് എന്താ, നമ്മുടെ മൃഗങ്ങളുടെ ആ മാംസ്യമായ ആ പുറത്തെ തോലാണ് അല്ലേ, ആ തോൽ അഴുകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിൽ ടാനിൻസ് ഒക്കെ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രിവെന്റ് ദയർ പ്യൂട്രിഫിക്കേഷൻ, അഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ലെതറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റെസിൻസ് ആൻഡ് റെസിൻ കോമ്പിനേഷൻസ് ആണ് പറയുന്നത്. റെസിൻസ് എന്ന് പറഞ്ഞാൽ അമോർഫസ് പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലക്സ് കെമിക്കൽ നാച്ചുറൽ അമോർഫസ് പ്രൊഡക്റ്റ് ആണ് റെസിൻ എന്ന് പറയുന്നത്. ദീസ് ആർ അമോർഫസ് മിക്സർ ഓഫ് എസെൻഷ്യൽ ഓയിലിന്റെയും ഓക്സിനേറ്റഡ് പ്രൊഡക്റ്റ് ഓഫ് ടെർപീൻസിന്റെയും എന്താ പറയുന്നത് കാർബോക്സിലിക് ആസിഡും ഫൗണ്ട് ആസ് എക്സുറേഷൻസ് ഓഫ് ബാർക്ക് ആൻഡ് ട്രങ്ക് ഓഫ് വാരിയസ് ട്രീസ്. ഓക്കെ, റെസിൻ ആർ അമോർഫസ് പ്രൊഡക്റ്റ്. റെസിൻ എന്ന് പറയുന്നത് അമോർഫസ് പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലക്സ് കെമിക്കൽ നാച്ചർ ഉള്ള ഒരു അമോർഫസ് പ്രൊഡക്റ്റ് ആണ് റെസിൻ എന്ന് പറയുന്നത്. ഇത് എന്താ ദീസ് ആർ അമോർഫസ് മിക്സർ ഓഫ് എസെൻഷ്യൽ ഓയിലിന്റെയും ഓക്സിനേറ്റഡ് പ്രൊഡക്റ്റ് ഓഫ് ടെർപീൻസിന്റെയും പിന്നെന്താണ് പറയുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ ഒക്കെ ഒരു അമോർഫസ് മിക്സർ ആണ് എന്തെന്ന് പറയുന്നത് റെസിൻ ആൻഡ് റെസിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? വ്യത്യസ്ത തരം ട്രീസിന്റെ ട്രങ്കിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ റെസിനും റെസിൻ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് വേർ ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് കമ്പോസ്ഡ് ഓഫ് കാർബോഹൈഡ്രേറ്റിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഒക്കെ ചേർന്നിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടെക്നിക്കൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് എന്നാണ് പറയുന്നത്. ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനി സബ്സ്റ്റൻസ് ആണ് അല്ലെ, ഏത് സബ്സ്റ്റൻസ് വേണം ആവാൻ ഡ്രഗ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? യൂസ് ടു ക്യൂർ, അസുഖം ഭേദമാവാനും അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാനും അസുഖം കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡ്രഗ് എന്ന് പറയുന്നത് അല്ലെ. ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്, നമുക്ക് പ്ലാന്റ്സ് നിന്ന് കിട്ടുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഡ്രഗ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം മെനി ഓഫ് ദ ഹയർ പ്ലാന്റ്സ് ഓർ ലോവർ പ്ലാന്റ്സ്. നമുക്ക് ധാരാളം ഡ്രഗ്സ് നമുക്ക് പ്ലാന്റ്സ് നിന്ന് കിട്ടുന്നുണ്ട്. അത് വലിയ പ്ലാന്റ്സ് നിന്നും ചെറിയ പ്ലാന്റ്സ് നിന്നൊക്കെ നമുക്ക് ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. ഹയർ പ്ലാന്റ്സ് നിന്ന് ഏതൊക്കെ ഡ്രഗ്സ് ആണ് കിട്ടുന്നത്? ഏതൊക്കെ പോർഷന് ഏതൊക്കെ ചെടിയുടെയാണ് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് എൻഡയർ പ്ലാന്റ്സ് ആണ്. അതായത് ഈ പറയുന്ന ചെടിയുടെ അതായത് എഫിഡ്രയുടെയും ചിരാട്ടയുടെ ഒക്കെ എൻഡയർ പ്ലാന്റ്സ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എപ്പിക്കാക്കിന്റെ അക്കോണൈറ്റിന്റെ റൂട്ട്സ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാഷ്യയുടെയും കാസ്കാരയുടെ ഒക്കെ ബാർക്കാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന റോസിന്റെയും സാഫ്രോണിന്റെയും ഒക്കെ ഫ്ലവർ ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കൊക്കയും ഡിജിറ്റാലിസിന്റെയും ലീവ്സ് ആണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കാസ്റ്ററിന്റെ ആൽമണ്ടിന്റെ ഒക്കെ സീഡ്സ് ആണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒപ്പിയത്തിന്റെയും അക്കേഷ്യയുടെ ഒക്കെ എക്സ്പിറേഷൻസ് ആണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് മേ ഫോൾ അണ്ടർ എനി വൺ ഓഫ് ദ കെമിക്കൽ ക്ലാസ്സസ് ലൈക്ക്, അതായത് നമുക്ക് കിട്ടുന്ന ഈ ചെടികളിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന ഏതെങ്കിലും കെമിക്കൽ ക്ലാസ്സസിലായിരിക്കാം ഉൾപ്പെടുന്നത്. ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, ഓയിൽസ്, ആന്ത്രാക്വിനോൺസ്, ഫ്ലാവനോയിഡ്സ്. ഓക്കെ, ഈ പറയുന്ന കെമിക്കൽ ക്ലാസ്സിൽ ഏതെങ്കിലും ആയിരിക്കാം നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടുന്ന ഡ്രഗ്സ് ഉൾപ്പെടുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ലോവർ പ്ലാന്റ്സ് ആണ് പറയുന്നത്. ലോവർ പ്ലാന്റ്സ് നോക്കാം. ലോവർ പ്ലാന്റ്സ് ലൈക്ക് ഫംഗി, അതായത് ഫംഗി ആൽഗൊക്കെ എന്താണ്? ലോവർ പ്ലാന്റ്സ് ആണ് അല്ലെ. പ്രൊഡ്യൂസ് എ നമ്പർ ഓഫ് ഡ്രഗ്സ്. ഈ ഇതൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെർട്ടൈൻ ഫംഗി ചില ഫംഗി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പെൻസിലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചില ആൽഗെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അഗറും മാൾജിനിക് ആസിഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമുക്ക് അനിമൽസ് നിന്ന് കിട്ടുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഡ്രഗ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം അനിമൽസിന് കിട്ടുന്ന ഡ്രഗ്സ് ആണ്. അനിമൽസ് നമുക്ക് ഹോർമോൺസിന്റെ രൂപത്തിലും എൻസൈംസിന്റെ രൂപത്തിലും പിന്നെന്താണ് ആൻഡ് എക്സ്ട്രാക്ട് ഓഫ് അനിമൽ ഓർഗൻസിന്റെ എക്സ്ട്രാക്ടിന്റെ രൂപത്തിലൊക്കെ നമുക്ക് ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. ഹോർമോൺസ് പറയുന്നത് എന്താ? ദേ ആർ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ആണ്. ഹോർമോൺസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പോർഡ് ടു സർക്കുലേഷൻ. ഈ ഹോർമോൺസ് എന്താ ചെയ്യുന്നത്? സർക്കുലേഷനിലേക്ക് നേരിട്ട് ഈ ഹോർമോൺസ് പോർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. നേരിട്ട് ഈ ഹോർമോൺസ് എവിടേക്ക് എത്തുന്നത്? സർക്കുലേഷനിലേക്ക് എത്തിക്കുന്നത് അല്ലെ. ഇതിലെന്തില്ല? ഡക്റ്റ് ഇല്ല. ഡു നോട്ട് ത്രൂ ഡക്റ്റ് വഴിയൊന്നല്ല ഇത് എത്തുന്നതെന്നാണ് പറയുന്നത്. The following are the some of the hormone which are used to therapeutic agents. Okay, അതായത് ചില ഹോർമോൺസും അത് which are used to therapeutic agent. നമ്മൾ തെറാപ്യൂട്ടിക് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഹോർമോൺസ് ആണെന്ന് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കേട്ടാ. ഓക്കെ,
ഫസ്റ്റ് നമ്മൾ പറയുന്നത് തൈറോയിഡ് ഹോർമോൺസ് ആണ്. തൈറോയിഡ് ഹോർമോൺസിൽ 2 തരമായിട്ട് ഹോർമോൺസ് ആണ് വരുന്നത്. തൈറോക്സിനും വരുന്നുണ്ട്, ട്രൈ അയഡോ തൈറോണും വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്നത് വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ്. തൈറോയിഡ് ഗ്ലാൻഡ് ഓഫ് ഷീപ്പോ ആൻഡ് പിഗ്, ഷീപ്പിന്റെയും പിഗിന്റെയും തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നാണ് നമുക്ക് തൈറോക്സിനും ട്രൈ അയഡോ തൈറോണും എന്ന് പറഞ്ഞ 2 തൈറോയിഡ് ഹോർമോൺസ് കിട്ടുന്നത്. ഇത് നമ്മൾ ക്രിട്ടനിസത്തിനും മിക്സൈഡിമയ്ക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൽസ് ഓഫ് ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസിലുള്ള ഈസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ സെൽസ് ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കിത് കിട്ടുന്നത് കാറ്റിൽസിന്റെയും പിഗ്സിന്റെയും ഒക്കെ പാൻക്രിയാസിൽ നിന്നാണ്. ഇത് നമ്മളെ ഡയബറ്റീസ് മെലിറ്റസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ്. ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. ഇത് നമ്മൾ നമുക്ക് കിട്ടുന്നത് കാറ്റിൽസിന്റെയും പിഗ്സിന്റെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് തന്നെയാണ്. നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ലേബറിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പാല് അതായത് ലേബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. നമുക്കിത് കിട്ടുന്നത് എവിടെ നിന്നാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓഫ് കാറ്റിൽ ആൻഡ് പിഗ്സ്. കാറ്റിലിന്റെയും പിഗ്സിന്റെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ ഇത് ഡയബറ്റീസ് ഇൻസിപ്പിഡസിന് വളരെ ഉപയോഗപ്രദമായ ഡ്രഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗൊണാഡോട്രോപ്പിൻസ് ആണ്. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത് ദേ ആർ ഹോർമോൺസ് ഓഫ് അനദർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മറ്റൊരു ലോബ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത്. പ്രിപ്പയർ ഫ്രം ഹോഴ്സ് സെറം. ഇത് നമ്മൾ എന്തെന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഹോഴ്സ് സെറത്തിൽ നിന്നും. പിന്നെ പ്രഗ്നന്റ് ആയ വുമന്റെ യൂറിൻ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൊണാഡോട്രോപ്പിൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എൻസൈമിന്റെ കേസാണ്. എൻസൈംസ് പറഞ്ഞാൽ എന്താ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് അല്ലേ. അതായത് നമ്മളെ പ്രവർത്തനങ്ങളും മെറ്റബോളിസംസും പ്രവർത്തനങ്ങളൊക്കെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി, മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ് എൻസൈം എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഒബ്റ്റൈൻഡ് ഫ്രം ദ ഗ്ലാൻഡുലാർ ലെയർ ഓഫ് പിഗ്. ഓക്കെ, നമുക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ലിവിങ് ഓർഗാനിസത്തിലുള്ള ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് എൻസൈം എന്ന് പറയുന്നത്. എൻസൈംസ് ആർ പ്രോട്ടീൻ നേച്ചർ. എൻസൈംസിന്റെ നേച്ചർ എന്ന് പറയുന്നത് പ്രോട്ടീൻ നേച്ചർ ആണുള്ളത്. ദ ഫോളോയിങ് ഓഫ് ദി ചില എൻസൈംസും അതിന്റെ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈമിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പെപ്സിൻ ഈസ് എ എൻസൈം ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള ഒരു എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. നമുക്കിത് എവിടെ നിന്ന് കിട്ടുന്നത്, ഒബ്റ്റൈൻ ഫ്രം ദി ഗ്ലാൻഡുലാർ ലെയർ ഓഫ് പിഗിന്റെ സ്റ്റൊമക്കിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പെപ്സിൻ എന്ന് പറഞ്ഞ എൻസൈം കിട്ടുന്നത്. ഇത് നമ്മുടെ ഡിസ്പെപ്സിയയ്ക്കും പിന്നെ ഗ്യാസ്ട്രിക് സെക്രീഷന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഗ്യാസ്ട്രിക് സെക്രീഷന്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാവുന്ന ഡിസ്പെപ്സിയയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പെപ്സിൻ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാൻക്രിയാറ്റിൻ ആണ്. പാൻക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ വിച്ച് കണ്ടെയ്ൻസ് എൻസൈംസ് ഓഫ് പാൻക്രിയാസ്. ഈ പാൻക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ വിച്ച് കണ്ടെയ്ൻസ് എൻസൈംസ് ഓഫ് പാൻക്രിയാസ് ഒബ്റ്റൈൻഡ് ഫ്രം, അതായത് പാൻക്രിയാസിൽ നിന്നാണ് നമുക്ക് പാൻക്രിയാറ്റിൻ എന്ന് പറഞ്ഞ എൻസൈം കിട്ടുന്നത്. ഇത് നമുക്ക് പിഗിന്റെ പാൻക്രിയാസിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ പാൻക്രിയാറ്റൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന എൻസൈം എന്ന് പറയുന്നത് റെനിൻ ആണ്. റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മിൽക്കിന്റെയും കേർഡ്ലിംഗ് എൻസൈം എന്നൊക്കെയാണ്. നമുക്ക് മിൽക്കിൽ നിന്നും ആൻഡ് കേർഡ്ലിംഗ് എൻസൈം ഒബ്റ്റൈൻഡ് ഫ്രം ഗ്ലാൻഡുലാർ ലെയർ ഓഫ് കാഫ് സ്റ്റൊമക്ക്. കാഫിന്റെ സ്റ്റൊമക്കിൽ നിന്നാണ് നമുക്ക് ഈ റെനിൻ എന്ന് പറഞ്ഞ എൻസൈം കിട്ടുന്നത്. ഇറ്റ് ഈസ് എ മിൽക്ക് ആൻഡ് കേർഡ്ലിംഗ് എൻസൈം. മിൽക്ക്, പാലിലും കേർഡ്ലിംഗിലും ഒക്കെ കാണപ്പെടുന്ന ഒരു എൻസൈമാണ് റെനിൻ എന്ന് പറയുന്നത്. ഈ റെനിൻ നമുക്ക് കിട്ടുന്നത് എന്താ, എവിടെ നിന്നാണ്, കാഫിന്റെ സ്റ്റൊമക്കിൽ നിന്ന്. സ്റ്റൊമക്കിലെ ഗ്ലാൻഡുലാർ ലെയറിൽ നിന്നാണ് നമുക്ക് റെനിൻ കിട്ടുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇത് നമ്മൾ എന്താണ്, കൊയാഗുലേറ്റ് മിൽക്ക് ടു മോർ ഡൈജസ്റ്റബിൾ. പാലിനെ കട്ട പിടിക്കാനും പിന്നെന്താണ്, ഇത് കൂടുതൽ ഡൈജസ്റ്റീവ് ആക്കാനും വേണ്ടി നമ്മളെ ഈ റെനിൻ എന്ന് പറഞ്ഞ എൻസൈം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞ എൻസൈമാണ് ഹയാലുറോണിഡേസ് എന്ന് പറഞ്ഞ എൻസൈം. ഇത് എന്താ, മ്യൂക്കോലൈറ്റിക് എൻസൈം ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം മമ്മാലിയൻ ടെസ്റ്റിസ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. യൂസ് ടു ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ ഓഫ് സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷന്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് യൂറോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ്. ഇറ്റ് ഈസ് എ ത്രോംബോലൈറ്റിക് ഏജന്റ് ആണ്. യൂറോകൈനേസ് എന്ന് പറയുന്നത് എന്താ, ത്രോംബോലൈറ്റിക് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പൾമണറി എംബോളിസത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സ്ട്രാക്ട്സ് ഓഫ് അനിമൽ ഓർഗൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എക്സ്ട്രാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്.
ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോഡ് ലിവർ ഓയിലാണ്. അപ്പോൾ ഈ കോഡ് ലിവർ ഓയിൽ നമുക്ക് കിട്ടുന്നത് കോഡ് ഫിഷിന്റെ ഫ്രഷ് ലിവറിൽ നിന്നാണ്. നമ്മളിത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? പെർനീഷ്യസ് അനീമിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിവർ എക്സ്ട്രാക്റ്റ് ആണ്. ലിവർ എക്സ്ട്രാക്റ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മമ്മാലിയൻ ലിവറിൽ നിന്നാണ് കിട്ടുന്നത്. ഇത് നമ്മൾ പെർനീഷ്യസ് അനീമിയയ്ക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റൊമക് കോൺസെൻട്രേറ്റ് ആണ്. സ്റ്റൊമക് കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം മ്യൂക്കോസൽ സെൽസ് ഓഫ് പോർസിൻ സ്റ്റൊമക്. പോർസിൻ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസൽ സെൽസ് എന്നാണ് നമുക്ക് സ്റ്റൊമക് കോൺസെൻട്രേറ്റ് നമ്മൾ എടുക്കുന്നത്. ഇത് പെർനീഷ്യസ് അനീമിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെക്നിക്കൽ പ്രൊഡക്ട്സ് ആണ്. ദീസ് ആർ നാച്ചുറൽ പ്രൊഡക്റ്റ്. ഈ ടെക്നിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. which in addition to medicinal use are used in various industries. Okay, technical products എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മൾ ഇൻ അഡീഷൻ ടു മെഡിസിനൽ യൂസ് മാത്രമല്ല ഇതിനുള്ളത്, ബാക്കി വ്യത്യസ്ത തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ടെക്നിക്കൽ പ്രൊഡക്ട്സിന് മെഡിസിനൽ യൂസ് മാത്രമല്ല വേറെ വ്യത്യസ്ത തരം ഉപയോഗങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ വേറെ എന്തൊക്കെ ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്? കോണ്ടിമെന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബിവറേജസിൽ, ഫ്ലേവറിങ് ഏജന്റ്, പിന്നെന്താണ് കോൺഫെക്ഷണറീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കോൺഫെക്ഷണറീസ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബേക്കറി ഐറ്റംസ്, പലഹാരങ്ങൾ. വിവിധതരം പലഹാരങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ ഫോളോയിങ് ആർ ദി സം ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പൊ കോഫി സീഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെഡിസിനൽ യൂസിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാണ്ട് കഫീൻ നമ്മൾ കുടിക്കാനായിട്ട് ബിവറേജസിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിന്നമൺ ഓയിലാണ്. സിന്നമൺ ഓയിലിന് മെഡിസിനൽ യൂസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇത് കാർമിനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റോറേക്സ് ആണ്. സ്റ്റോറേക്സിന് മെഡിസിനൽ യൂസ് ഉണ്ട്, എക്സ്പെറ്റോറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഇത് കോസ്മെറ്റിക്സിൽ പെർഫ്യൂംസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ മെഡിസിനൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പർഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്താണെന്നാണ്? ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സബ്സ്റ്റൻസ് ഓഫ് പ്ലാന്റ്സിനോ ആനിമൽസിനോ മിനറൽസിനോ സിന്തറ്റിക് ഒറിജിൻസിനോ കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വളരെ യൂസ്ഫുൾ ആണ്. അത് മാത്രമല്ല ഇതിന് വേറെയും കുറേ വ്യത്യസ്ത പർപ്പസസ് ഉണ്ട്. എന്താണ്? സോളിബിലൈസേഷന് വേണ്ടിയിട്ടും സസ്പെൻഷന് വേണ്ടിയിട്ടും എമൾസിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സിന് വളരെയധികം പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ പർപ്പസസ് ഉണ്ട്. എന്തൊക്കെയാണ് പർപ്പസസ്? ഫാർമസ്യൂട്ടിക്കൽ എയ്ഡിന്റെ പർപ്പസസുകൾ എന്താ? ഒന്നിക്കൽ സോളിബിലൈസേഷൻ, അതായത് നമ്മുടെ ഡ്രഗ് നന്നായി അലിയിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഡ്രഗ് ആ സൊല്യൂഷനിൽ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കട്ടി കൂടുക, അല്ലെങ്കിൽ നന്നായി ആ ഡ്രഗ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന്റെ കട്ടി കൂടിയിട്ട് സ്ഥായിയായിട്ട് സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടി അതിന്റെ എമൾസിഫിക്കേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ചില ഫാർമസ്യൂട്ടിക്കൽ എയ്ഡും അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഗംസിൽ വരുന്നതാണ് അക്കേഷ്യ. ഈ അക്കേഷ്യ സസ്പെൻഡിങ് ഏജന്റ്, എമൾസിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സാപ്പോണിൻസ് ആണ്. സാപ്പോണിൻസിൽ വരുന്നതാണ് ക്യുല്ലായി എന്ന് പറഞ്ഞ ഡ്രഗ്, അത് എമൾസിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് ഓയിൽ ആണ്. ഫിക്സ്ഡ് ഓയിൽ ആയിട്ട് പറയുന്നത് സെസമി ഓയിൽ ആണ്. സെസമി ഓയിൽ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? വെഹിക്കിൾ ഫോർ അതർ ഡ്രഗ്സ്, മറ്റുള്ള ഡ്രഗ്സിന്റെ വെഹിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. വോളട്ടൈൽ ഓയിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പെപ്പർമിന്റ് ഓയിലാണ്. പെപ്പർമിന്റ് ഓയിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മ്യൂസിലേജിനസ് ആണ്. മ്യൂസിലേജിനസിൽ വരുന്നതാണ് ഇസാബ്ഗോൾ. ഇത് കോണ്ടിമെന്റ് ആയിട്ട് ഡെമൾസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇസാബ്ഗോൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഡെമൾസന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ നാച്ചുറൽ ഡ്രഗ്സ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. പ്ലാന്റ്സ് ആർ ദ മേജർ സോഴ്സ് ഓഫ് മെനി ഓഫ് ദ ഡ്രഗ്സ്. നമുക്ക് കൂടുതൽ ഡ്രഗ്സ് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സ് എന്നാണ്. ഓക്കെ, ദ കെമിക്കൽ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പ്ലാന്റ്സ് ആർ പ്ലാന്റ്സ് നിന്ന് എടുക്കുന്ന പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ ഫൈറ്റോ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. ഫൈറ്റോ കെമിസ്ട്രി, പ്ലാന്റ്സിനെ കുറിച്ചുള്ള കെമിസ്ട്രീനെ നമ്മൾ ഫൈറ്റോ കെമിസ്ട്രി എന്നാണ് പറയുന്നത്. പ്ലാന്റ് പ്രൊഡക്ട്സ് ആൻഡ് നാച്ചുറൽ സബ്സ്റ്റൻസസ്. ഓക്കെ, അതായത് പ്ലാന്റ് പ്രൊഡക്ട്സ് ദ മെഡിസിനൽ വാല്യൂ ഓഫ് പ്ലാന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദി കെമിക്കൽ കോൺസ്റ്റൻസ് പ്രസന്റ്. അതായത് എന്താണ്?
മെഡിസിനൽ വാല്യൂ ഓഫ് ദ പ്ലാന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഒരു ചെടിയുടെ അതിന്റെ മെഡിസിനൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റന്റിനെ ആശ്രയിച്ചിട്ടാണ് അതിന്റെ മെഡിസിനൽ വാല്യൂ ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള അതിലുള്ള മെഡിസിനൽ വാല്യൂ ഉള്ള ഡ്രഗ് ആണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പറയില്ലേ കുറച്ചും എന്താണ് ദ മെഡിസിനൽ വാല്യൂ എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത് എന്താണ്, അതിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റന്റ് അതിൽ പ്രസന്റ് ആണെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു പ്ലാന്റിന്റെ മെഡിസിനൽ വാല്യൂ നമ്മൾ കണക്കൂട്ടുന്നതെന്നാണ് പറയുന്നത്. ദ കെമിക്കൽ കോൺസ്റ്റന്റ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി തെറാപ്യൂട്ടിക് എഫക്ട്. ഈ കെമിക്കൽ കോൺസ്റ്റന്റ്സിന് എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അതായത് അസുഖം മാറ്റാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ കെമിക്കൽ കോൺസ്റ്റന്റ്സിന് എന്തിനുള്ള ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പറയുന്നത്. തെറാപ്യൂട്ടിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡ്രഗ് അസുഖം മാറ്റാനുള്ള കഴിവിനെയാണ് അതിന്റെ തെറാപ്യൂട്ടിക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ കെമിക്കൽ കോൺസ്റ്റന്റ്സ് വെച്ച് കെമിക്കൽ കോൺസ്റ്റന്റ്സിന് എന്തിനുള്ള കഴിവുണ്ട്, തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിനെ നമ്മൾ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഫൈറ്റോ കോൺസ്റ്റന്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതിന്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ചിട്ടും ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി പ്ലാന്റ്. ഓക്കെ, അതിലുള്ള ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടും അതിന്റെ കെമിക്കൽ നേച്ചർ ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റോ കോൺസ്റ്റന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിൽ ഗമ്മും മ്യൂസിലേജ് ആണ് വരുന്നത്. ഗമ്മിൽ അക്കേഷ്യ ട്രഗകാന്താണ് വരുന്നത്. മ്യൂസിലേജിൽ പാൻഡേഗോ സീഡാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നത് സീറോയിഡൽ ഗ്ലൈക്കോസൈഡ്സിൽ ഡിജിറ്റാലിസ് ആണ് വരുന്നത്. സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ്സിൽ ക്വൽബിയ ഡൈസ്കോറി ആണ് വരുന്നത്. നെക്സ്റ്റ് ആന്ത്രാസിൻ ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നത് സെന്ന അലോയി ആണ് വരുന്നത്. പിന്നെ സയനോജനിക് ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നത് ഏതാണ് വരുന്നത്, വൈൽഡ് ചെറി ബാർക്ക്. പിന്നെന്താണ് റെസിനസ് അയോഭൂമിയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടാനിൻസ് ആണ്. ടാനിൻസിൽ വരുന്നത് കാറ്റച്ചു ടാനിക് ആസിഡ്, കാറ്റച്ചു വരുന്നുണ്ട്, ടാനിക് ആസിഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളട്ടൈൽ ഓയിൽ, മെന്ത, യൂക്കാലിപ്റ്റസ് ഓയിലൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിപ്പിഡ്സിൽ വരുന്നുണ്ട്, ഫിക്സ്ഡ് ഓയിൽസ് വരുന്നുണ്ട്, കാസ്റ്റർ ഓയിൽ വരുന്നുണ്ട്, ഒലീവ് ഓയിൽ വരുന്നുണ്ട്. ഫാറ്റ്സിൽ വരുന്നത് തിയോബ്രോമ ഓയിൽ, ലാനോലിൻ ആണ് വരുന്നത്. വാക്സസിൽ വരുന്നത് ബീസ്വാക്സ് ആണ്. റെസിനസ് സബ്സ്റ്റൻസ് വരുന്ന റെസിൻസിൽ വരുന്നത് കോളോഫോണി, പോഡോഫൈലം ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒളിയോ റെസിൻസിൽ വരുന്ന കാപ്സിക്കം, ജിഞ്ചർ ഒക്കെയാണ് വരുന്നത്. ഒളിയോ കംറസിൻസിൽ മിറ, സൊഫോയിറ്റിഡി ആണ് വരുന്നത്. പ്രോട്ടീൻ, ജെലാറ്റിൻ. ഓക്കെ, ആൽക്കലോയിഡ്സിൽ വരുന്നത് ടോപ്പൈൻ, ആൽക്കലോയിഡ്സിൽ വരുന്ന ഹയോസയാമിൻ, ഡാറ്റ്യൂറ. ഇൻഡോൾ ആൽക്കലോയിഡ്സിൽ വരുന്നത് ഓവോൾഫിയ, എർഗോട്ട്. ക്വിനോലിൻ ആൽക്കലോയിഡ്സിൽ വരുന്നത് സിങ്കോണയാണ്. ഐസോക്വിനോലിൻ ആൽക്കലോയിഡ്സിൽ വരുന്നത് എപ്പിക്കാണ്. അമീൻ ആൽക്കലോയിഡ്സിൽ വരുന്നത് എഫിഡ്ര, കോൾസിക്കം ആണ് വരുന്നത്. പ്യൂരിൻ ആൽക്കലോയിഡ്സിൽ വരുന്ന ടീ കോഫിയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ അബുണ്ടന്റ് കോൺസ്റ്റന്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ദേ ആർ നാച്ചുറൽ പ്രൊഡക്ട്സ് വിച്ച് കണ്ടെയ്ൻ, ഇത് പറയുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആൽക്കലോയിഡ്സ് ആണ്. ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് എന്താ, ഡിഫൈൻഡ് ആസ് ബേസിക് നൈട്രോജീനസ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള നൈട്രോജീനസ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഓഫ് പ്ലാന്റ് ഒറിജിനിൽ. ഓക്കെ, പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന പ്ലാന്റ്സിലുള്ള നോൺ നൈട്രോജീനസ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നതാണ് പറയുന്നത്. ആൽക്കലോയിഡ്സ് ആർ ഡിഫൈൻഡ് ആസ്, ആൽക്കലോയിഡ്സ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള നൈട്രോജീനസ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഓഫ് പ്ലാന്റ് ഒറിജിൻ, അതായത് നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടുന്ന അടിസ്ഥാനപരവും നൈട്രോജീനസ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിന് എന്തുണ്ട്, ഹാവ് മാർക്കറ്റഡ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. ഇതിനെന്തുണ്ട് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. സിൻസ് ദേ ആർ ബേസിക് ഇൻ നേച്ചർ, ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആണ്. പിന്നെന്താ പറയുന്നത്, ഇത് സോൾട്ട് രൂപത്തിലും അതാണ് പറയുന്നത്, ഫോം റിലവന്റ് സോൾട്ട് വിത്ത് ആസിഡ്സ്. ഓക്കെ, അതാണ് പറയുന്നത് ദേ ആർ ബേസിക് ഇൻ നേച്ചർ ആണുള്ളത്. ദേ ഫോം റിലവന്റ് സോൾട്ട്സ് വിത്ത് ആസിഡ്സ്, ഇത് ആസിഡ്സിന്റെ കൂടെ ചേരുകയാണെങ്കിൽ റിലവന്റ് സോൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ആൽക്കലോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ദേ ആർ മോസ്റ്റ്ലി ഓർഡർലെസ് ആണ്, കൂടുതലായിട്ട് കളർ ഇല്ലാത്തതാണ്. ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഓക്കെ, ക്രിസ്റ്റലൈനായിട്ടുള്ള സോളിഡ് ആണ്. വെള്ളത്തിൽ ലയിക്കില്ല, ബട്ട് ഓർഗാനിക് സോൾവെന്റ്സിൽ ലയിക്കുന്നതാണ് പറയുന്നത്. ആസിഡ്സിന്റെ കൂടെ ഇത് എന്തായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു റിലവന്റ് സോൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് പറയുന്നത് ദേ ഫോം വാട്ടർ സോലുബിൾ സോൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വോളട്ടൈൽ ഓയിൽ ആണ്. വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ് നേരിയ തോതിലുള്ള മൊബൈൽ ചലിക്കുന്ന ഹൈലി ഓർഡറസ് ലിക്വിഡ് ആണ്. ഓക്കെ, അതായത് ലൈറ്റ് മൊബൈൽ ഹൈലി ഓർഡറസ് ലിക്വിഡ് ആണ് എന്തെന്ന് പറയുന്നത്, വോളട്ടൈൽ ഓയിൽ എന്ന് പറയുന്നത്.
നമ്മളിതിനെ ഡിസ്റ്റിൽ ചെയ്യുന്നത് വിത്തൗട്ട് ഡീകമ്പോസിഷൻ കൂടാണ്ടാണ് ഇതിനെ ഡിസ്റ്റിൽ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വോളട്ടൈൽ ഓയിലിംഗ് എത്രയൽ ഓയിൽസ് എന്ന 2 പേരുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഇവാപൊറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് കാരണം തന്നെ ഇതിനെ എസെൻഷ്യൽ ഓയിൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ദേ ഫോം എസെൻസ്. ഇത് ഈ വോളട്ടൈൽ ഓയിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എസെൻസ് അല്ലെങ്കിൽ ഓഡോറിഫറസ് കോൺസ്റ്റന്റ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്ലാന്റിന്റെ എസെൻസ് ആണ് വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എന്താ പറയുക? ഓഡോറിഫറസ് കോൺസ്റ്റന്റ് ഓഫ് പ്ലാന്റിന്റെ അത്രയും സ്മെല്ലുള്ള ഓഡോറിഫറസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? വോളട്ടൈൽ ഓയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെർപിനോയിഡ്സ് ആണ്. ഈ ടെർപീൻസ് എന്ന് പറയുന്നത് എന്താണ്? എസെൻഷ്യൽ കോൺസ്റ്റന്റ് ഓഫ് മോസ്റ്റ് വോളട്ടൈൽ ഓയിൽ. കൂടുതൽ വോളട്ടൈൽ ഓയിലുള്ള എസെൻഷ്യൽ കോൺസ്റ്റന്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ടെർപിനോയിഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഹൈഡ്രോ കാർബൺ വോളട്ടൈൽ ഓയിൽ ആണ്. ഇതെന്ന് പറയുന്ന ടെർപിനോയിഡ്സ് എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ വോളട്ടൈൽ ഓയിൽ ആണ്. ടെർപീൻസ് ആർ ഡിഫൈൻഡ് ആസ് നാച്ചുറൽ പ്രൊഡക്റ്റ്. ഈ ടെർപീൻസ് എന്ന് പറയുന്നത് എന്താ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് പറയുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ സ്ട്രക്ചറിൽ എന്തുണ്ട്? 2 ഐസോപ്രീം യൂണിറ്റ്സ് ഉണ്ട്. മേ ബി ഡിവൈഡ് ഇൻറ്റു ഐസോപ്രീം യൂണിറ്റ്സ് ഉണ്ട്. ഈ ഐസോപ്രീം യൂണിറ്റ്സിൽ എന്തുണ്ട്? ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. 5 കാർബൺ യൂണിറ്റ്സിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? 2 അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബോണ്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്ലൈക്കോസൈഡ്സ് ആണ്. ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് എ നമ്പർ ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, കെമിക്കൽ അതായത് ഗ്ലൈക്കോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് എ നമ്പർ ഓഫ് പ്ലാന്റ്സ്. ധാരാളം കൂടുതൽ പ്ലാന്റ്സുകളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ദേ ഫോം ഇമ്പോർട്ടൻ്റ് കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് എ നമ്പർ ഓഫ് പ്ലാന്റ്സ്. അതായത് കൂടുതൽ പ്ലാന്റ്സിലും ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. ദീസ് ഗ്ലൈക്കോസൈഡ്സ് പ്രൊഡ്യൂസ് വെറൈറ്റി ഓഫ് തെറാപ്യൂട്ടിക് എഫക്ട്. ഈ ഗ്ലൈക്കോസൈഡ്സ് വ്യത്യസ്ത തരത്തിലുള്ള തെറാപ്യൂട്ടിക് എഫക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ടാനിൻസിനെ കുറിച്ചിട്ടാണ്. ടാനിൻ എന്ന് പറയുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് നോൺ നൈട്രോജിനസ് ഫിനോളിക് കോമ്പൗണ്ട് ആണ്. ഇതിന് ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണുള്ളത്. ദേ ഹാവ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് കമ്പൈനിങ് വിത്ത് പ്രോട്ടീൻ. ഓക്കെ, ഇതിനെന്തുണ്ട്? ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മുടെ പ്രോട്ടീൻസിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട്, ഓക്കെ, പ്രോട്ടീൻസ് ഓഫ് അനിമൽ ഹൈഡ്സിലുള്ള പ്രോട്ടീൻസിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇത് ലെതറായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ടാനിൻസ് ആർ യൂഷ്വലി ലോക്കലൈസ്ഡ് ഇൻ സ്പെസിഫിക് പാർട്ട് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, ടാനിൻസ് നമുക്ക് യൂഷ്വലി കൂടുതലായിട്ട് ഈ ടാനിൻസ് കാണപ്പെടുന്നത് നമ്മുടെ പ്ലാന്റിന്റെ ലീവ്സ്, സ്റ്റെംസ്, ഫ്രൂട്ട്സ്, ബാർക്ക് ഭാഗങ്ങളിലൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസസ് ഓഫ് ടാനിൻസിന്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. ഡയാസ്ട്രിജന്റ് എഫക്റ്റ് ഓഫ് ടാനിൻ ഈസ് ബെനിഫിഷ്യൽ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയേറിയ. അതായത് ഈ ടാനിൻസിന് എന്ത് എഫക്റ്റ് ഉണ്ട്? ആസ്ട്രിജന്റ് എഫക്റ്റ് ഉണ്ട്. അത് വളരെ ഡയേറിയയുടെ ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവ് ആണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആന്റിസെപ്റ്റിക് എഫക്റ്റ് ഓൺ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലും ഇത് എന്ത് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ആന്റിസെപ്റ്റിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻ ടാനിങ് ഇൻഡസ്ട്രി. ഓക്കെ, ടാനിങ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഈ അനിമൽ സൈഡിൽ എന്തുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. അതിനായിട്ട് പ്രവർത്തിച്ചിട്ട് ഇത് ലെതറാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ്ഡ് ഓയിൽസ് ആണ്. ഫിക്സ്ഡ് ഓയിൽസ്, ഫാറ്റ്, വാക്സസ് ഒക്കെ ലിപ്പിഡ്സിൽ പെടും. ഓക്കെ, ഫിക്സ്ഡ് ഓയിൽസ്, ഫാറ്റ്, വാക്സസ് ഒക്കെ ലിപ്പിഡ്സിൽ പെടും. ദീസ് സബ്സ്റ്റൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ്, ആനിമൽസ്, ഇൻസെക്ട്, ലിപ്പിഡ്സ്. ഓക്കെ, ഇത് എവിടെ നിന്നൊക്കെ കിട്ടുന്ന? ഇൻസെക്ട് ലിപ്പിഡ്സ് കിട്ടുന്നുണ്ട്, ആനിമൽസ് കിട്ടുന്നുണ്ട്, പ്ലാന്റ്സ് നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ലിപ്പിഡ്സ് ഫൈൻ നമ്പർ ഓഫ് യൂസസ് സച്ചസ്. ഈ ലിപ്പിഡ്സിന് ധാരാളം ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, ന്യൂട്രിയൻസ് ആൻഡ് ഫുഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അരാച്ചസ് ഓയിൽ, സെസമി ഓയിലൊക്കെ ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ്സിലാണ് ഉൾപ്പെടുന്നത്. ഇമോളിയന്റ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ്, ഇമോളിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കൊക്കും ബട്ടറാണ്. പർഗേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാസ്റ്റർ ഓയിലാണ്. ആന്റി ബാക്ടീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോൾമുഗ്ര ഓയിലിന്റെ പ്രസിയാണ്. വെഹിക്കിൾസ് ഫോർ ഇഞ്ചക്ഷനിലെ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത് സെസമി ഓയിൽ ആൻഡ് അരാച്ചസ് ഓയിലാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അഞ്ചാമത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മള്. ഇല്ലാന്ന് തോന്നി, കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് സിനോണിം ഓഫ് ടർമറിക് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കി. സിനോണിം ഓഫ് ടർമറിക്കിന്റെ സിനോണിം എന്താ? ഹൽദി ആണ് അല്ലേ? വിച്ച് വെറൈറ്റി ഓഫ് ടർമറിക് പ്ലാന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസ്? നമ്മൾ ടർമറിക്കിന്റെ ഏത് പ്ലാന്റ് വെറൈറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്?
കുർക്കുമൽ ലോങ്ക. കുർക്കുമ ലോങ്ക. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ടർമറിക്? ടർമറിക്കിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിഞ്ചിബറാസി. സിഞ്ചിബറാസി. The drug used in the treatment of malaria is called. മലേറിയക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സിന്റെ the drugs used in the treatment of malaria. മലേറിയ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഡ്രഗ്സിന് നമ്മൾ എന്തെന്ന് പറയാ? ആന്റിമലേറിയൽസ്. ആന്റിമലേറിയൽസ് എന്നാണ് പറയാ. Which is the example of malarial drugs? മലേറിയൽ ഡ്രഗ്സിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അശ്വഗന്ധ, സിന്നമൺ, ടർമറിക്, സിങ്കോണ. സിങ്കോണയാണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സിങ്കോണ? സിങ്കോണയുടെ ഫാമിലി ഏതെന്നാണ് ചോദിക്കുന്നത്. റുബിയാസി. സിങ്കോണയുടെ ഫാമിലി റുബിയാസി ആണ്. ക്വിനിസിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ് ഡ്രഗ്. ക്വിനിസിൻ എന്ന് പറയുന്നത് എന്താ? കെമിക്കൽ കോൺസ്റ്റന്റ്. ഏത് ഡ്രഗിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ക്വിനിസിൻ എന്ന് പറയുന്നത്? സിങ്കോണയുടെ ആണ് അല്ലേ. വിച്ച് ഡ്രഗ് used for the stimulation and contraction of uterine muscle? Which drug used for stimulation and contraction? Oxytocin ആണ്. Okay. Uterotonics is also called as dash astringent, oxytocin, antiseptic, disinfectant. Oxytocin ആണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് എർഗോട്ട്? എർഗോട്ടിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാ. ഹൈപ്പോക്രിയാസിയെ, ഫ്ലാക്കോട്ടിയാസിയെ, റുബിയാസിയെ, സിഞ്ചിബറാസിയെ. ഹൈപ്പോക്രിയാസി. വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ആന്റി ഡയബറ്റിക് ഡ്രഗിന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. പുനർനവ, ജിംനേമ, ക്രൂഗ്രു, ജിഞ്ചർ. ജിംനേമ. ഓക്കെ. ഹെൻറിയ കോണ്ടൈൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഹെൻറിയ കോണ്ടൈൻ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് പറയാം. ഗോഗ്രു, ടർമറിക്, ജിംനേമ, അശ്വഗന്ധ. ജിംനേമ. ക്ലിയർ ആവുന്നില്ല ഇത്. ഹെൻറിയ കോണ്ടൈൻ ഇങ്ങനെ വിട്ടുവിട്ട് പോകുന്നുണ്ട്. അതെ. ഹെൻറിയ കോണ്ടൈൻ ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. കേൾക്കാനും പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല, സ്ക്രീനും ഓഫ് ആയി പോകുന്നുണ്ട്. ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഇപ്പൊ കാണുന്നുണ്ട്. ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. ഹെൻറിയ കോണ്ടൈൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഹെൻറിയ കോണ്ടൈൻ എന്ന് പറയുന്നത്? ഗോഗുരു, ടർമറിക്, ജിംനേമ, അശ്വഗന്ധ. ജിംനേമ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ക്ലോവ്? ക്ലോവിന്റെ ഫാമിലി ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ലെഗ്യൂമിനോസെ, സിഞ്ചിബറാസിയെ, മിർട്ടാസിയെ, യൂഫോർബിയാസിയെ. മിർട്ടാസിയെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ടെറോകാർപ്പസ്? ഓക്കെ. വാട്ട് ഈസ് 1 minute. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ടെറോകാർപ്പസ്? ടെറോകാർപ്പസിന്റെ ഫാമിലി ഏതെന്നാണ് ചോദിക്കുന്നത്. പ്ലാക്കോട്ടിയാസിയെ, ലെഗ്യൂമിനോസെ, ലിലിയാസിയെ, സ്കോപ്പുലാറിയാസിയെ. ഏതാണ് വരുന്നത്? ലെഗ്യൂമിനോസെ. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ടെറോകാർപ്പസിന്റെ ഫാമിലി വരുന്നത് ലെഗ്യൂമിനോസെ ആണ്. വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എൻസൈം? 1 minute. വാട്ട് ഈസ് ദ കളർ ഓഫ് ടെറോകാർപ്പസ്? ടെറോകാർപ്പസിന്റെ കളർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. റൂബി റെഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എൻസൈം? എൻസൈമിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഷാർക്ക് ലിവർ ഓയിൽ, അംല, ടർമറിക്, പപ്പായ. ഏതിലാണ് എൻസൈം ഉള്ളത്? ഇതില് പപ്പായയിലാണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് കാർഡമം? കാർഡമന്റെ ഫാമിലി ആണ് ചോദിക്കുന്നത്. പ്ലാക്കോട്ടിയാസിയെ, ലിലിയാസിയെ, ലെഗ്യൂമിനോസെ, സിഞ്ചിബറാസിയെ.
സിഞ്ചിബറാസി ആണ്. കൊറിയാൻഡ്രോൾ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് വിച്ച് ഫ്രൂട്ട്? ഏത് ഫ്രൂട്ടിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് കൊറിയാൻഡ്രോൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ സിന്നമൺ, ടിക്കോണ, കൊറിയാണ്ടറിന്റെ ആണ്. ഓക്കെ. ഫ്രക്ടസ് ഫോണിക്കുലം ഈസ് ദ സിനോണിം ഓഫ് ഡാഷ്. ഏതിന്റെ സിനോണിമാണ് ഫ്രക്ടസ് ഫോണിക്കുലം എന്ന് പറയുന്നത്? ജിഞ്ചർ, കൊറിയാണ്ടർ, ഫെന്നൽ, കാർഡമം. ഏതാണ്? ഫെനലാണ്. ഫെല്ലാൻഡ്രിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഫെല്ലാൻഡ്രിൻ എന്ന് പറയുന്ന ഡ്രഗ്? സിന്നമണിന്റെ ആണ് അല്ലെ. ക്ലോവ്, സിന്നമൺ, കാർഡമം, ജിഞ്ചർ ആണ് ഓപ്ഷൻസ് വരുന്നത്. അതിൽ സിന്നമൺ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. വിച്ച് എൻസൈം, വിച്ച് എന്നാണ് കേട്ടോ, WH ഉണ്ട് കേട്ടോ. WHICH ആണ്. വിച്ച് എൻസൈം കണ്ടെയ്ൻ പപ്പായ. പപ്പായയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈമിന്റെ പേരെന്താണ്? ഓക്കെ. ഓപ്ഷൻസ് പറയാം. പപ്പാവറിൻ, പപ്പയേസ്, പപ്പായിൻ, കാരിക്കെയിൻ. പപ്പായിൻ. ഓക്കെ. ഏതാണ്? പപ്പായിൻ. പപ്പായിൻ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് പപ്പായ? പപ്പായയുടെ ഫാമിലി ആണ് ചോദിക്കുന്നത്. ലിലിയാസിയെ, ലെഗ്യൂമിനോസെ, കാരിക്കാസിയെ, പപ്പാവറേസിയെ. കാരിക്കാസിയെ. ഓക്കെ. ഒന്ന് സൂം ചെയ്യാമോ? ഇച്ചിരി ഒന്ന് വലുതാക്കാവോ? തീരെ കാണാൻ കുഞ്ഞിതാവും. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് പപ്പായ? പപ്പായയുടെ ഫാമിലി ആണ് ചോദിക്കുന്നത്. ലിലിയാസിയെ, ലെഗ്യൂമിനോസെ, കാരിക്കാസിയെ, പപ്പാവറേസിയെ. കാരിക്കാസി. കൈമോ പപ്പായിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് കൈമോ പപ്പായ എന്ന് പറയുന്നത്? മിന്റ്, പെപ്പർമിന്റ്, പപ്പായ, ലെമൺ ഗ്രാസ് ഓയിൽ അല്ലെ. ഏതിന്റെയാണ് വരുന്നത്? പപ്പായയുടെയാണ്. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് പെപ്പർമിന്റ് ഓയിൽ? പെപ്പർമിന്റ് ഓയിലിന്റെ സിനോണിം ആണ് ചോദിക്കുന്നത്. സിംബോപോഗൻ സിട്രേറ്റ്, സിംബോപോഗൻ ഫ്ലക്സുവസസ്, കാരിക പപ്പായ, ഒളിയം മെന്ത, പൈപ്പറിറ്റ. ഏതാണ്? സ്ക്രീൻ പോകുന്നുണ്ട്, ശബ്ദം ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ഇല്ല? ഇപ്പൊ ക്ലിയർ കേൾക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് പെപ്പർമിന്റ് ഓയിൽ? പെപ്പർമിന്റ് ഓയിലിന്റെ സിനോണിം എന്താണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ഒളിയം മെന്ത, പൈപ്പറിറ്റ ആണോ? അതെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് പെപ്പർമിന്റ് ഓയിൽ? പെപ്പർമിന്റ് ഓയിലിന്റെ ഫാമിലി ആണ് ചോദിക്കുന്നത്. പെപ്പർമിന്റ് ഓയിലിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഫ്ലാക്കോട്ടിയാസിയെ, ലെബിയാറ്റെ, ലെഗ്യൂമിനോസെ, ലിലിയാസിയെ. ലെബിയാറ്റെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ലെമൺ ഓയിൽ? ലെമൺ ഓയിലിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. സ്കോഫുലാറിയാസിയെ, ലെഗ്യൂമിനോസെ, റുട്ടാസിയെ, ലിലിയാസിയെ. റുട്ടാസിയെ. ഓക്കെ. ലെമൺ ഓയിൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം വിച്ച് വെറൈറ്റി ഓഫ് പ്ലാന്റ്? ഏത് വെറൈറ്റി പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ലെമൺ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്. ഓപ്ഷൻസ് പറയാം. സിട്രസ് ലെമോണിസ്, കാരിക്ക പപ്പായ, മെന്ത പൈപ്പറിറ്റ, സിംബോപോഗൻ സിട്രേറ്റ്. സിട്രസ് ലിമോണിസ്. ഏതാണ്? സിട്രസ് ലിമോണിസ് ആണ് വരുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ കളർ ഓഫ് ലെമൺ ഗ്രാസ് ഓയിൽ? ലെമൺ ഗ്രാസ് ഓയിലിന്റെ കളർ ആണ് ചോദിക്കുന്നത്. ഡാർക്ക് ബ്രൗൺ, ബ്രൗൺ, യെല്ലോയിഷ് ബ്രൗൺ ലിക്വിഡ്, ഡൾ ബ്രൗൺ. ഏതാണ്? യെല്ലോയിഷ് ബ്രൗൺ ലിക്വിഡ് ആണ് വരുന്നത്. സിട്രോനല്ലാൾ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് സിട്രോനല്ലാൾ? ലെമൺ ഓയിൽ.
ലെമൺ ഓയിലിന്റെ ആണ്. ഓക്കെ, ലെമൺ ഓയിലാണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ലെമൺ ഗ്രാസ് ഓയിൽ? ലെമൺ ഗ്രാസ് ഓയിലിന്റെ ഫാമിലി ഏതാണ്? യുഫോർബിയാസിയെ, ഗ്രാമിനെ ഏതാണ്? ഗ്രാമിനെയാണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ലെമൺ ഗ്രാസ് ഓയിലിന്റെ ഫാമിലി ഏതാണ് വരുന്നത്? ഗ്രാമിനെയാണ്. ഗ്രാമിനെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വെറൈറ്റി ഓഫ് ലിക്വിറൈസ് ഈസ് യൂസ്ഡ് ഫോർ തെറാപ്യൂട്ടിക് പർപ്പസസ്? തെറാപ്യൂട്ടിക് പർപ്പസസിന് ഏത് വെറൈറ്റി ലിക്വിറൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. ഫോണിക്കുലം വൾഗാരി, കുർക്കുമ ലോങ്ക, ഗ്ലൈസിറൈസ ഗ്ലേബ്ര, സെഫാലിസ് അക്യുമിനേറ്റ. ഗ്ലൈസിറൈസ ഗ്ലേബ്ര. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ലിക്വിറൈസ്? ലിക്വിറൈസിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലിക്വിറൈസിന്റെ ഫാമിലി ഏതാണ്? ലെഗ്യൂമിനോസേ. വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ലിക്വിറൈസ്? ലിക്വിറൈസിന്റെ ടേസ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സ്വീറ്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് സിനോണിം ഓഫ് ഗാർലിക്? ഗാർലിക്കിന്റെ സിനോണിം എന്താണെന്നാണ്, അല്ല, വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ഗാർലിക്? ഗാർലിക്കിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ഫ്രൂട്ട്, മുളത്തി, ആലിയം, മെൽ. ഏതാണ്? ആലിയം ആണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഗാർലിക്? ഗാർലിക്കിന്റെ ഫാമിലി ഏതാ? ഗാർലിക്കിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ലിലിയാസി ആണ്. ലിലിയാസിയെ. വിച്ച് വെറൈറ്റി ഓഫ് ഗാർലിക് ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്? മെഡിസിനൽ പർപ്പസസ് നമ്മൾ ഉപയോഗിക്കുന്ന ഗാർലിക്കിന്റെ വെറൈറ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആലിയം സാറ്റൈവം ലീൻ, അക്കേഷ്യ അറാബിക്ക, അപ്പിസ് മെല്ലിഫറ, അപ്പിസ് ടോർസേറ്റ. ആലിയം സാറ്റൈവം ലീൻ. Allyl propyl disulfide is the chemical constant of dash. ഏതാണ്? ഗാർലിക് ആണ് അല്ലെ. അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ് എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്? ഗാർലിക്കിന്റെ ആണ്. ഗാർലിക്കിന്റെ ആണ്. ഗം അറാബിക് ഈസ് ദ സിനോണിം ഓഫ് ഡാഷ്. ഗം അറാബിക് എന്ന് പറയുന്നത് എന്തിന്റെ സിനോണിം ആണ്? അക്കേഷ്യയുടെ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് അക്കേഷ്യ? അക്കേഷ്യയുടെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലെഗ്യൂമിനോസേ ആണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഹണി? ഹണിയുടെ ഫാമിലി ഏതാണ് ചോദിക്കുന്നത്. അപ്പീഡേ ആണ്.
ജൂട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ജൂട്ട് എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? Plant Plant fibers. fibers. പ്ലാന്റ് ഫൈബേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് കോട്ടൺ? കോട്ടന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. Malvaceae. മാൽവാസിയാണ്, മാൽവാസിയെ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ജൂട്ട്? ജൂട്ടിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിക്കുന്നത്. Gunny. Gunny. ഗണ്ണി. 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 ഓക്കെ. ലിഗ്നിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ലിഗ്നിൻ എന്ന് പറയുന്നത്? Jute. Jute. എന്തിന്റെയാണ്? Jute. Jute. ജൂട്ടിന്റെ കെമിക്കൽ Jute അല്ലേ? ജൂട്ടിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഹെംബ്? Cannabinaceae. ഹെംബിന്റെ ഫാമിലി കന്നാബിനേസിയെ. ലിനം മുസിറ്റാറ്റിസിമം ഈസ് ദ വെറൈറ്റി ഓഫ് ഡാഷ്. Flax. Flax. Okay. Bombix mori is also known as Mulberry. Mulberry silkworm. Silkworm. mulberry silkworm. Cannabis Mulberry. sativa is the കിട്ടിയില്ലേ? മൾബറി. ബോംബിക്സ് മോറി is also known as mulberry silkworm എന്നാണ് Mulberry ബോംബിക്സ് silkworm. മോറി അറിയപ്പെടുന്നത്. Cannabis sativa is the variety of dash. Cannabis sativa Hemp. എന്തിന്റെ വെറൈറ്റി? Hemp. ഹെമ്പിന്റെ വെറൈറ്റി ആണ്. Hemp. ഹെമ്പിന്റെ വെറൈറ്റി ആണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സിൽക്ക് വോം? സിൽക്ക് വോമിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. Bombycidae. ബോംബിസിഡയാണ് അല്ലെ. BO ഉണ്ട് അല്ലെ. BO പോയിന്റ്. ബോംബിസിഡെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് വൂൾ? വൂളിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. Bovidae. ബോവിഡെ. വൂളിന്റെ ഫാമിലി ഏതാണ്? ബോവിഡെ ആണ് അല്ലെ. Bovidae. വിച്ച് പാർട്ട് ഓഫ് ബെലഡോണ ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്? ബെലഡോണയുടെ ഏത് ഭാഗമാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. Leaves and aerial parts. ലീവ്സ് ആൻഡ് ഏരിയൽ പാർട്സ് ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എൻമീതയിൽ പൈറോലിഡോൺ. ഓക്കെ. എൻമീതയിൽ പൈറോലിഡിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് എൻമീതയിൽ പൈറോലിഡിൻ എന്ന് പറയുന്നത്? Belladonna. ബെലഡോൺ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് എഫിഡ്ര? എഫിഡ്രയുടെ സിനോണിം എന്താണ്? മാഹ്യോങ്. അതിൽ ഏതാണ് ശരിക്കും സ്പെല്ലിംഗ് ഏതാണ്? ഏറ്റവും അടിയിലാണ് അല്ലെ. അതെ. ലാസ്റ്റ് ഒന്നാണ്. ഓക്കെ. വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് എഫിഡ്ര? എഫിഡ്രയുടെ ടേസ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. Astringent. ആസ്ട്രിജൻ ടേസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് എഫിഡ്ര? എഫിഡ്രയുടെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. എഫിഡ്രാസി ആണ്. വിച്ച് വെറൈറ്റി ഓഫ് ഒപ്പിയം ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്? ഒപ്പിയത്തിന്റെ ഏത് വെറൈറ്റിയാണ് നമ്മൾ മെഡിസിനൽ? പപ്പാവർ, സോംനിഫറം, ലിൻ അല്ലെ. വാട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ഒപ്പിയം? ഒപ്പിയത്തിന്റെ ടേസ്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബിറ്റർ ടേസ്റ്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് കന്നാബിസ്? കന്നാബിസിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കന്നാബിസിന്റെ ഫാമിലി ഏതാണ്? കന്നാബിനേസിയെ. ഓക്കെ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് നക്സോമിക്ക? നക്സോമിക്കയുടെ സിനോണിം എന്താണ്?
പ്രോഫിക്. ക്രോഫിക് ആണ്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് നെക്സോമിക്ക? നെക്സോമിക്കയുടെ ഫാമിലി ഏതാണ്? ലോഗാനിയാസി. ആദ്യത്തെ ലോഗനാസി ഫസ്റ്റ്. ഏതാണ്? ലോഗനാസി ഫസ്റ്റ് വൺ. ആദ്യത്തെ ലോഗാനിയാസി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നെക്സോമിക്കയുടെ ഫാമിലി ഏതാണ്? ലൊഗാനാസിയെ എന്നാണ്. ഓക്കെ. ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് വൺ അല്ലേ? ആദ്യത്തെ അല്ലേ? ഫസ്റ്റ് ലൊഗാനാസിയെ. അല്ലടാ, തേർഡ് ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. തേർഡ് ആണോ? അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലൊക്കെ ഫസ്റ്റിന്റെ ഏതാണല്ലോ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്. LOGANI ആണല്ലോ. മൂന്നാമത്തെയാണ് കറക്റ്റ്. ആണോ? ലൊഗാനാസിയെ എന്നാണ് പറയുന്നത്. ലൊഗാനാസിയെ. അപ്പൊ ആ സ്പെല്ലിംഗ് തെറ്റാ. ഞങ്ങളുടെ നോട്ടിലും അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അത് തെറ്റാണ്. ഓക്കെ, ഈ സ്പെല്ലിംഗ് ആണ് ലൊഗാനാസിയെ വായിക്കുക. ലൊഗാനാസിയെ. ലൊഗാനാസി. അല്ല, ഇതാണ് കേട്ടാ ഫസ്റ്റത്തെ. ലൊഗാനിയാസിയെ. ഇതാണോ ഫസ്റ്റ് സ്പെല്ലിംഗ് കൊടുത്തേക്കണ? അതെ അതെ അതെ, ഫസ്റ്റ്. ഇതാണ് കറക്റ്റ് കേട്ടാ. നിങ്ങളുടെ വേറൊരു ടെക്സ്റ്റില് NA കൊടുത്തതുണ്ട്. ഇതില് നമ്മള് ഇപ്പൊ പഠിപ്പിച്ചപ്പോഴൊക്കെ ഞാൻ NA എഴുതിയിരിക്കുന്നത്. അപ്പൊ നോട്ടില് അതില് NI കണ്ടതുകൊണ്ട് NI ആക്കിയതാ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ എത്രാമത്തെ ഡിസ്കസ് ചെയ്ത്? 9ാമത്തെ. 9 അല്ല 10 9 ഇത്. അതെ അതെ. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് കേട്ടാ. ഫസ്റ്റത്തെ 1 ആണ് കറക്റ്റ്. പത്തെണ്ണല്ലേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്? ഇനിയുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ? 12 അല്ലേ? 12 എനി സബ്സ്റ്റൻസ് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ശരി, കാണാം. എനി സബ്സ്റ്റൻസ് യൂസ് ടു ക്യൂർ ഓർ പ്രിവെന്റ്. ക്യൂർ എന്നാണ് കേട്ടോ. അത് ക്യൂർ, പ്രിവെന്റ് ഓർ ഡയഗ്നോസിസ് ഈസ് കോൾഡ്. ഓക്കെ, നമ്മള് അസുഖം മാറാനും പിന്നെന്താ അസുഖം കണ്ടുപിടിക്കാനും അസുഖം വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഡ്രഗ് ആണ് അല്ലേ? ഓക്കെ. വിച്ച് പാർട്ട് ഓഫ് കാസ്റ്റർ ഓയിൽ ഈസ് യൂസ്ഡ് ആസ് മെഡിസിനൽ പർപ്പസസ്? കാസ്റ്ററിന്റെ ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? സീഡ്സ് ആണ് അല്ലേ? ഓക്കെ. വിച്ച് പാർട്ട് ഓഫ് ഡിജിറ്റാലിസ് ഈസ് യൂസ്ഡ് ആസ് മെഡിസിനൽ പർപ്പസ്? ഡിജിറ്റാലിസിന്റെ ഏത് ഭാഗമാണ് മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ലീവ്സ് ആണ്. ഓക്കെ. വിച്ച് പാർട്ട് ഓഫ് സാഫ്രോൺ ഈസ് യൂസ്ഡ് ആസ് മെഡിസിനൽ പർപ്പസസ്? മെഡിസിനൽ പർപ്പസസിന് സാഫ്രോണിന്റെ ഏത് ഭാഗം ഉപയോഗിക്കുന്നത്? ഫ്ലവേഴ്സ് ആണ്. ഓക്കെ. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? നമ്മൾ ഇന്നെടുത്ത പോർഷൻ ആയിരുന്നു അല്ലേ അത്? അതെ, വാസോപ്രസിൻ. ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റിസ് മെല്ലിറ്റസ്. ഡയബറ്റിസ് മെല്ലിറ്റസിന് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? ഇൻസുലിൻ ആണ്. ഓക്കെ. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്?
ഗൊണാഡോട്രോപ്പിൻസ്. ഗൊണാഡോട്രോപ്പിൻസ് ആണ്. ഗൊണാഡോട്രോപ്പിൻസ്. Dash enzyme used for the treatment of pulmonary embolism. Pulmonary Urokinase. embolism നമ്മൾ enzyme ഏതാണ്? യൂറോക്കിനേസ്. യൂറോക്കിനേസ്. യൂറോകൈനേസ്. യൂറോക്കിൻ. Which part of epicac used for the treatment used for the medicinal purposes? എപ്പിക്കാക്കിന്റെ ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? റൂട്ട്സ് ആണോ? റൂട്ട്സ് അല്ലേ? റൂട്ട്സ്. റൂട്ട്സ് ആണ്. Which part of opium used for the medicinal purposes? ഒപ്പിയത്തിന്റെ ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? എക്സുഡേഷൻസ്. എക്സുഡേഷൻസ് ആണ്. ഓക്കെ. എക്സുഡേഷൻസ് ആണ്. ഓക്കെ. Which is the example of gum? ഒരു ഗമ്മിന് എക്സാമ്പിൾ എന്താ? ട്രഗകാന്ത്. ട്രഗകാന്ത. Which is the example of mucilagus? Mucilagus-ന് എക്സാമ്പിൾ എന്താ? പ്ലാന്റഗോസീഡ്. ഇപ്പൊ പഠിച്ചു. ലാസ്റ്റ് പഠിച്ചു. What is the example of steroidal glycosides? Steroidal glycosides-ന് എക്സാമ്പിൾ ഏതാ? ഡിജിറ്റാലിസ്. ഏതാണ്? ഡിജിറ്റാലിസ് ആണ് അല്ലേ? ഓക്കെ. Dash is the abundant content of plants and animals. Animalsലും കാർബോഹൈഡ്രേറ്റ്. ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. Carbon, hydrogen and oxygen contain which type of phytoconstants? Carbon, hydrogen, carbohydrates. The chemical substance obtained from plants are called dash. ഫൈറ്റോകോൺസ്റ്റൻസ്. Phytoconstants ആണ് പറയുന്നത്. Phytoconstants. The chemical constant which is responsible for therapeutic effect is called dash. Active principle. Active principle. ആണ്. Active principle. Volatile oil is also known as active principle ആണ്. Volatile oil is also known as എത്രയിൽ oil ആണ്. ഓക്കെ. എത്രയൽ ഓയിൽ. Dash is the example of anti-leprotic drug. Anti-leprotic drugന് എക്സാമ്പിൾ ഏതാ? ചോൾമുഗ്ര ഓയിൽ ആണ്. ഓക്കെ. Dash is the example of purgative. Purgativeന് എക്സാമ്പിൾ എന്താ? കാസ്റ്റർ ഓയിൽ ആണ്. കഴിഞ്ഞില്ലേ? റിവിഷനും കഴിഞ്ഞിട്ടുണ്ട്, ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയുള്ള നന്നായിട്ട് പഠിക്കും. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇട്ട് തരുമോ? മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് തരാമോ? അങ്ങനെ ഇടുന്നുണ്ടോ? മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ? ഈ ക്വസ്റ്റ്യൻ മോഡൽ അതിനുള്ള എക്സാം നടത്തുന്നത് ഇതും തന്നെ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻസ് കേട്ടോ. നമ്മളെ എക്സാമിന് നമ്മളെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് തന്നെയാണ് ഉണ്ടാവുള്ളൂ. നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പൊ അത് തന്നെ അതന്നെ നന്നായിട്ട് പഠിക്കുക. ഉണ്ടല്ലോ 4 സബ്ജക്ട് ഉണ്ടല്ലോ പഠിക്കാൻ. അത്യാവശ്യം അനാട്ടമിയിലൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ. അതെ. ഓക്കെ.
നമ്മളെ ടോപ്പിക്സ് ഒക്കെ അത്ര കുഞ്ഞു ടോപ്പിക്സ് ആണ്. കോഗണോസിൽ ചില ചാപ്റ്റേഴ്സ് മാത്രമാണ് കുറച്ച് കൂടുതൽ വരുന്നുള്ളൂ. ഒക്കെ ബാക്കിയുള്ളതൊക്കെ കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. ഒരുവിധം ചാപ്റ്റേഴ്സിലൊക്കെ ഓരോ ഡ്രഗ് ഒക്കെ വരുന്നുള്ളൂ അല്ലേ. ആദ്യം അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് പിന്നെ ഒരു ഡ്രഗ് വരുന്നുള്ളൂ. ഓക്കെ, അതിന് നമുക്ക് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനൊന്നുമില്ല. നമുക്ക് സിനോണിം, ബയോളജിക്കൽ സോഴ്സ്, ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്, കെമിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർഷൻ കഴിഞ്ഞു അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നന്നായി പഠിക്കാം. ടൈം ടേബിൾ കണ്ടില്ലേ, ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ നോക്കിയില്ലായിരുന്നു. ഇല്ല, ഗ്രൂപ്പിലുണ്ടോ? ഇട്ടില്ലായിരുന്നല്ലോ. അത് ഇടുന്നുണ്ടാവും കേട്ടാ. ടൈം ടേബിൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ, അത് നന്നായിട്ട്. ഇനിയിപ്പോൾ ക്ലാസ് ഇല്ല നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് സ്റ്റഡി ലീവാണ്. അത് കഴിഞ്ഞിട്ട് എക്സാം, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ലീവ്, അത് കഴിഞ്ഞാൽ മോഡൽ എക്സാം, അത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല നേരം. ഇനിയില്ല. എല്ലാവരും ആരെയും നല്ല കാണാനും കുട്ടികളായിരുന്നു. പറ്റത്തില്ല. ആരും കാണാനും പറ്റില്ല. ഓക്കെ, നല്ല കുട്ടികളായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പോയിട്ട് എടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണേക്കാളും ഞാൻ ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നല്ല സങ്കടം തോന്നുന്നുണ്ട്. ഒരു ക്ലാസ് കഴിഞ്ഞപ്പോ മിസ്സാണി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. ആദ്യമൊക്കെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്കത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ക്ലാസ് പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ. എത്ര ചോദിച്ചാലും ഞാൻ പറഞ്ഞു. അതെ അതെ. ഓക്കെ, അപ്പൊ എല്ലാരും പഠിക്കുക, എല്ലാരും പാസ്സാവണടാ. ഓക്കെ, എന്നിട്ട് വെറുതെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ ട്രെയിനിങ്ങിന് കയറി കുറച്ച് നാള്, പിന്നെ അവിടുന്ന് നല്ല സ്ഥലം കിട്ടുമ്പോ അവിടേക്ക് മാറുക. ഓക്കെ, നമ്മളിപ്പോ ഏതെങ്കിലും അല്ല, ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ചാൽ മതി. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ പറയാത്തേ ഉള്ളൂ അല്ലേ? സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഓൺലൈൻ വഴിയാണോ, അതായത് നമ്മൾ നേരിട്ട് വന്ന് മേടിക്കുന്നതാണോ, എങ്ങനെയാ ചെയ്യുന്നത്? അതവര് പറയും, ഓൺലൈൻ അത് പറയും. നിങ്ങളെ സർട്ടിഫിക്കറ്റ് അവർ വാങ്ങി അതവര് പറഞ്ഞാൽ മതി. കോളേജിൽ സാറിൻ്റെ അടുത്ത് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, ഓഫീസിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, അവർ പറഞ്ഞുതരും. താങ്ക് യു മിസ്. അതെ, ഒത്തിരി നന്ദിയുണ്ട്. നല്ലപോലെ ടീച്ചർ ക്ലാസ് എടുത്തു. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. എല്ലാവർക്കും അതെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരോടും ഇന്ന് അങ്ങനെ കയറിയിരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോ നാളെ. അതെ, നാളെ മുതൽ ക്ലാസ്സിലാതെ ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ആരും ഇത് കണ്ടുപോലുമില്ല. എല്ലാരും കറക്റ്റ് ആയിട്ട് പേര് കൂടി അറിയില്ല. അതെ അതെ. അപ്പൊ ഓക്കെ, അപ്പൊ ശരി. എന്തായാലും എപ്പോഴും ഓർത്തിരിക്കും ഇങ്ങനെ ഒരു ക്ലാസ്സും ക്ലാസ് റൂമും ഒക്കെ. ഓക്കെ, അപ്പൊ ഓക്കെ, എല്ലാവരും നന്നായി പഠിച്ചിട്ട് എക്സാം എഴുതിക്കോളൂ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞൊന്നുമില്ല, ഏകദേശമൊക്കെ വായിച്ചങ്ങ് ഒരു ഡിസ്കഷൻ നടന്നതിന്റെ ഒരു ബലത്തിലാണ് നിക്കണേ. കഴിഞ്ഞൊന്നുമില്ല. ആദ്യം മോഡൽ എക്സാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അത് കഴിഞ്ഞല്ലേ അവിടെ ഫൈനൽ വരുന്നേ? അതെ. ആദ്യം മോഡൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒത്തിരി ലേറ്റ് ആയി പോകുന്നുണ്ട് നമുക്ക്.
മോഡൽ കഴിഞ്ഞിട്ട് ആ പിന്നെ നമ്മള് ശരിയാ. ജൂൺ 8-ാം തീയതി അങ്ങോട്ട് എക്സാം തുടങ്ങുന്നത്. മോഡല് ഇതിപ്പോ ആദ്യം മോഡലല്ല, ആദ്യം ടേം എക്സാമാ. ഓ ഓ ടേം ഓ എക്സാം കഴിഞ്ഞതിന് അത് കഴിഞ്ഞ് ശേഷമാണ് മോഡലേ. മോഡൽ എക്സാം. അത് കഴിഞ്ഞ് മോഡൽ ഉം. കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ജൂൺ 8 മുതൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ മെയിൻ എക്സാം. ഇടയ്ക്ക് അവധി ഇപ്പം ഉണ്ടാവുമായിരിക്കും, പഠിത്തമൊക്കെ അങ്ങനെ ആയിരിക്കും. അവധിയൊക്കെ ഇത്തിരി ഉണ്ട്. അവധിയുണ്ട്. അതല്ല, ഒരു എക്സാം കഴിഞ്ഞ അടുത്ത അവധി എടുത്തിട്ടായിരിക്കും അടുത്ത എക്സാം. കണ്ടിന്യൂസ് അല്ലായിരിക്കും. അതെ, അങ്ങനെ ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. കാരണം ഒത്തിരി ഡേറ്റ് ഉണ്ട് നമുക്ക്. ആ ആ date ആ ഉണ്ട്. ഉം. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വെറുതെ നിൽക്കുവാണോ? വേറെ ഇല്ല, എന്തെങ്കിലും എനിക്ക് പഠിക്കുന്നുണ്ടോ? 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, അതുകൊണ്ട് പോകുന്നില്ല. ഉണ്ട്. ആ ആ ആ ഓ, ഇവരുടെ തന്നെ PSC പഠിക്കുന്ന കോച്ചിങ് ഒക്കെ ഉണ്ട്. ഇനി പഠിക്കാൻ ആണോ? ആഗ്രഹമുള്ളവരൊക്കെ അതൊക്കെ ഒന്ന്. ഉണ്ട്. അത് PC കോച്ചിങ്. ഓൺലൈൻ തന്നെയാ. അത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. നമുക്കൊന്നും അത് പറ്റത്തില്ല. നമ്മളുടെ ഏജ് ഓവറായി. അതെല്ലേ. അത് ഏജ് അവർ ആവാത്തവർക്ക് 43 ആയി. ഇൻഫർമേഷൻ ഉണ്ട്. അല്ല, നോക്കുന്നുണ്ടോ? PSC കോച്ചിങ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഓൺലൈൻ ചെയ്തോണ്ടിരുന്ന, അത് ഇനി വെഡിങ് ഒക്കെ ആയി കഴിഞ്ഞ് അത് വേണ്ടെന്ന് ചെയ്യുന്നുണ്ടെന്ന്. വെച്ച് കഴിഞ്ഞു. ആ ചെയ്തോണ്ടിരുന്നായത്. ആ ആ ഇനിയിപ്പോ ഓൺലൈനിൽ പരിപാടിയേ ഉള്ളൂ, ആ ആ കുഞ്ഞുള്ളതുകൊണ്ടേ, അല്ലാണ്ട് പോവ് നടക്കൂല. ചെയ്യുന്നുണ്ട്. ഉം. ഇതാരാ സാബു എന്ന് വരുന്നത്? അതാരാണ്? അത് ഞാനാ, അത് സെലിൻ. അത് എന്താണ് പേര്? ഒറിജിനൽ പേര് സെലിൻ. 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 സെലിൻ അല്ലേ? സെലിൻ. 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 അവര് നമുക്ക് ആരെയും അറിയത്തില്ല. പക്ഷെ ഞാനും വിചാരിച്ചു ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും ഒരുമിച്ച് കൂടും എന്നൊക്കെ വിചാരിച്ചു. എന്താണേലും പഠിക്കുക. നിത്യയുടെ വീട് എവിടെയാ? ഞാനിവിടെ ട്രിവാൻഡ്രത്താ. അതെ. ട്രിവാൻഡ്രം. ഞാൻ കോഴിക്കോടാ. കോഴിക്കോട്. ഞങ്ങളും കോഴിക്കോട് ഉണ്ടായിരുന്നു കുറെ വർഷം. 7 വർഷത്തോളം കോഴിക്കോട് ഉണ്ടായിരുന്നു. കോഴിക്കോട് എവിടാ? കോഴിക്കോട് തിരുവമ്പാടി. തിരുവമ്പാടിയില്. ഞങ്ങൾ ഈങ്ങാപ്പുഴയിലായിരുന്നു. അതെയോ? ഈങ്ങാപ്പുഴയില് 7 വർഷത്തോളം ഉണ്ടായിരുന്നു. അതെല്ലേ. അതെ, ഈങ്ങാപ്പുഴ അറിയാവോ? അറിയാം. തിരുവമ്പാടി അറിയാം. ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഇപ്പോ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇപ്പൊ ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ. അതെല്ലേ. അതെ. പിന്നെ ഇവരുടെ വേറെ ഈ കോച്ചിങ്, ഇതിന്റെ കോച്ചിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ കോഴ്സ്? അറിയത്തില്ല. ഇപ്പോ PSC കോഴ്സ് വേറെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. വേറെ എന്തൊക്കെയോ ഉണ്ടല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് സ്മാർട്ട് പിന്നെ അക്കാഡമി അല്ലേ? മോണ്ടിസറി ടീച്ചർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മോണ്ടിസറി ടീച്ചർ എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഒക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട് അറിയാം. വിളിച്ചേക്കണേ. ഞാൻ അല്ല, ഇല്ലാത്തോണ്ട്. നമ്മുടെ ഇത് നമ്മുടെ ഇതിന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെന്താണെന്നറിയാവോ? സ്മാർട്ട് അക്കാഡമിയാണോ? സ്മാർട്ട് എന്നല്ലേ അറിയത്തുള്ളൂ, സ്മാർട്ട് ശ്രീ. ബാക്കിയുണ്ടോ അറിയട്ടെ. സ്മാർട്ട് അക്കാദമി സ്മാർട്ട് ശ്രീ ആണോ? നമുക്ക് സ്മാർട്ട് ഓൺലൈനിൽ അക്കാഡമി. വരുന്ന അങ്ങനെ എന്തോ അല്ലേ? സ്മാർട്ട് അക്കാഡമി. അതെ, സ്മാർട്ട് അക്കാഡമി എന്നാ പറഞ്ഞിട്ട് വരുന്നേ. അപ്പൊ യൂട്യൂബിലൊക്കെ നമുക്ക് വരുന്ന സ്മാർട്ട് അക്കാദമി എന്ന് പറഞ്ഞല്ലേ? സ്മാർട്ട് അക്കാഡമി. അതെ സ്മാർട്ട് അക്കാഡമി എന്നാ വരുന്നത്. പിന്നെ നമുക്കിപ്പോ ഇത് വന്നാലും നമുക്ക് ഇതൊക്കെ കിട്ടുന്ന, നമുക്ക് ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാന്ന് പറയാൻ അറിയത്തില്ല. ഏത് യൂണിവേഴ്സിറ്റി എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി അല്ല, ഇത് ഒരു അക്കാഡമി പോലെയാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പേര് അറിയത്തില്ല. സ്മാർട്ട് അക്കാഡമി എന്ന് തോന്നുന്നല്ലേ? അതെ. ഇത് ഞാൻ ശരിക്കും എവിടെയും ഇത് ഇവിടെ അല്ലേ? ഇത് ശരിക്കും വന്നിട്ട് ഇത് തൃശ്ശൂരല്ലേ? ഇത് തൃശ്ശൂരാന്ന് തോന്നുന്നു. എറണാകുളം അല്ല? ഇല്ല, തൃശ്ശൂരാന്ന് തോന്നുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന മാം തൃശ്ശൂരല്ലേ? ഞാൻ എറണാകുളം വന്നോർത്തോണ്ടായിരുന്നു. അതെ, എറണാകുളം ഇല്ല, ആണെന്ന് എനിക്ക് തൃശ്ശൂരാ. തോന്നുന്നു. ഇല്ല, തൃശ്ശൂരാണോ? തൃശ്ശൂരാന്ന് തോന്നുന്നു. തൃശ്ശൂരാ. മിസ് അറിയത്തില്ല കോളേജ് എവിടെയാണെന്നോ. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ അറിയാം അല്ലേ? അല്ല, ഈ സ്മാർട്ട് ആരാണ്? സ്മാർട്ട് ആരാണ്? സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആരാണ്? ഒത്തിരി പിള്ളേർ നമ്മള് പഠിച്ചു തുടങ്ങിയപ്പോ ഒത്തിരി പേരുണ്ടായിരുന്നില്ലേ?
ശരി എന്നാല് ഓക്കെ. ഉണ്ടായിരുന്നു കുറെ പേര് ഓർത്ത്. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഓക്കെ 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 ബൈ.